കർണാടക സിൽക്കിലെ യൂണിക് ഡിസൈനർ സാരീസ് പ്യുർ ടെസറിലാണ് സാരി എടുത്തൊന്നും തോന്നണില്ല. ഇത് ഉപ്പട സിൽക്ക് അതേലാണ്. റീറ്റെയിലാണ്, നമുക്ക് സിംഗിൾ പീസ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. സാരി തന്നെ ഇസ് ഡബിൾ ഷെയ്ഡഡ്, നമുക്ക് തിരിച്ചും മറിച്ചു കൊടുക്കാം. ഇത് ശരിക്കും സിൽക്കാണ്. ഇതൊരു ടൈപ്പ് ഓഫ് കർണാടക സിൽക്ക്. അതിന്റെ വേറെ ഒരു തയ്യല് ഫുൾ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ആർക്കാ ഇഷ്ടപ്പെടാത്ത? സിൽക്കേല് ഈ തയ്യലാണ്. അതെ, നമ്മൾ ഒന്നുള്ളൂ, നമുക്ക് യൂണിക് ആയിട്ട് നിൽക്കണം, അത്രയ്ക്കൊന്നും വരില്ല. ഇല്ല, 3000 ഫുൾ സിൽക്ക് സാരീസ് തന്നെയാണ്. നല്ല ഹെവി സിൽക്ക് സാരീസ് ആണ് ഇതൊക്കെ. ഓണത്തിന് നല്ല ഓഫർ ഉണ്ട് കേട്ടോ, ഒക്കെ സെലക്ടഡ് പീസിന്. ഇത് സിമ്പിൾ ആണ് പക്ഷെ എലിഗന്റ് ആണ്. എന്താണ് ഈ മൈലാഞ്ചി? കൂടുതലും എന്റെ അമ്മയ്ക്കാണ്. അമ്മയുടെ ഒരു ഇറ്റ് വാസ് ഹെർ പാഷൻ. ഡബിൾ ഷെയ്ഡ് ആണ് ഈ ഒരു ബോർഡർ. മുന്താണിയിൽ വരുമ്പോൾ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പിങ്ക് ക്രീം സാരീസ് ഫുൾ നമുക്ക് ഓണത്തിനുള്ള കളക്ഷൻ. മുൾമുൾ സിൽക്കിൽ വരുന്ന ഒരു സിൽക്കാണ്. ഇതിങ്ങനെ എടുത്തു, ജസ്റ്റ് 1 മിനിറ്റിൽ സാരി എടുത്തു. നല്ലൊരു 3D പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്, അതും റോ സിൽക്കില്. ഈ ഭയങ്കര ഹെവി വർക്ക് ആയത് കാരണം ബ്ലൗസ് സിമ്പിൾ ആക്കുന്നു. ബ്ലാക്ക് സാരി ബ്ലാക്കും ഉണ്ട്. എന്ത് രസമല്ല കാണാനായിട്ട്. ഇപ്പം ഇതെല്ലാം ഞങ്ങൾ കുറച്ചായിട്ട് ചെയ്തിട്ടുള്ളൂ. എന്താന്ന് ചോദിച്ചാൽ അതാ ലൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി. ത്രെഡ് വർക്ക് ആണ് കേട്ടോ, എംബ്രോയിഡറിയുടെ വർക്ക്, ഹക്കോബേര് വേറെ ഡിജിറ്റൽ. അതെ, ഡിസ്കൗണ്ട് ഉണ്ട്, ഓണത്തിന്റെ ഓഫർ നടക്കുന്നുണ്ട്. ഒരു ഡിജിറ്റൽ സ്റ്റൈലില് ആ ഒരു വർക്കാണ് ഇതിൽ കയറിയിരിക്കുന്നത്. കണ്ട, ഉടുക്കാൻ അറിയാത്തവര് വരെ ഒരു സാരി കൊടുത്തു ജസ്റ്റ് 1 മിനിറ്റിൽ ഫുൾ സാരി. ഒരു സാരി പുറത്തേക്ക് മൈലാഞ്ചിയിൽ ഇറങ്ങുകയാണെങ്കിൽ അതൊരു ഡിഫറെന്റ് പീസ് ആയിരിക്കണം. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് കലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതും റീറ്റെയിൽ ആയിട്ട് കിട്ടുന്നത്. നോർമലി നമ്മൾ സാധാരണ ഡ്രസ്സ് മേടിക്കുമ്പോൾ എല്ലാവരും യൂണിഫോം പോലെയല്ല, പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതും യൂണിക് ആയിട്ടുള്ള കുറേ വെറൈറ്റീസ് ലേഡീസിൻ്റെ ഐറ്റംസ്. അപ്പോൾ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് അവരുടെ ഒരു സാരി തന്നെയാണ് കേട്ടോ. പ്യുർ ടെസറിൽ വരുന്ന സാരി, അതും നല്ല അടിപൊളി വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സാരീസാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് അകത്ത് ചെന്നിട്ട് പറയാം. പക്ഷേ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം പറഞ്ഞു, എവിടെയാ ലൊക്കേഷൻ എന്താണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് വരുന്നത് നമുക്ക് എറണാകുളത്ത് കലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പില്ലർ നമ്പർ 600ൻ്റെ അവിടെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഈ സൈഡിൽ വരുന്നത് നമുക്ക് മുത്തൂട്ട് റോയൽ ടവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിഗ് ബിൽഡിംഗ് ആണ്. അതിൽ നമ്മൾ വന്നിരിക്കുന്നത് മൈലാഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുട്ടിക്കിലാണ്. അതും ഓണത്തിന് നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ഒക്കെ സെലക്ടഡ് പീസിന് എന്തായാലും നല്ല ഓഫേഴ്സൊക്കെ കിട്ടും. അപ്പോൾ എന്താ ഓഫേഴ്സൊക്കെ നമുക്ക് കയറി നോക്കിയാലോ. യൂണിക് ഐറ്റം വേണമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി മൈലാഞ്ചി സെലക്ട് ചെയ്തോ, വരൂ. ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് നമുക്ക് ഈ ഒരു ബുട്ടിക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടെന്ന് ഒക്കെ നമുക്ക് കയറി നോക്കണം. ഫുൾ നല്ല എന്തൊക്കെ സുന്ദരി കുട്ടികൾ നിൽക്കുന്നത്. ഒക്കെ ബിസിയാണ്. അപ്പോൾ ഇവിടുത്തെ ഓണറായിട്ട് നമുക്ക് സംസാരിക്കാം, അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്റ്റാഫായിട്ട് നമുക്ക് സംസാരിക്കാം. എന്തായാലും മൈലാഞ്ചി. അപ്പോൾ ഞാൻ ഈ മൈക്ക് ഒന്ന് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹായ്, വെൽക്കം ടു ദിസ് വീഡിയോ. ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കാതെ നമുക്ക് കുറച്ച്. അപ്പോൾ എന്താണ് ഈ ഒരു മൈലാഞ്ചി എന്ന് പറയുന്ന സംഭവം? എത്ര ഇയേഴ്സ് ആയി? 11 years ആയി. അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. എന്താണ് ഈ മൈലാഞ്ചി? കൂടുതലും എന്റെ അമ്മയ്ക്കാണ്. അമ്മയുടെ ഒരു ഇറ്റ് വാസ് ഹെർ പാഷൻ. ഷീ റിയലി വാണ്ടഡ് ദിസ്. സോ ശരിക്കും ഞാൻ ഇത് സൈഡിൽ കൂടെ ഐ വാസ് ഹെൽപ്പിംഗ് ഹെർ കംപ്ലീറ്റ് സെറ്റ് അപ്പ് ദ ഷോപ്പ്. അതായിരുന്നു മെയിൻ ആയിട്ട് ഞാൻ ചെയ്തത്. ഇപ്പൊ അമ്മേനെ മാറ്റിയില്ല, അമ്മയ്ക്ക് വയ്യാതായി. അപ്പോഴത്തേക്ക് ഫുൾ തിങ് നീ തന്നെ ചെയ്യ എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ബാക്കി ഫുള്ളായിട്ട് ഞാൻ തന്നെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മൈലാഞ്ചി എന്ന് പറയുന്നത് പേരെന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ പെണ്ണുങ്ങൾക്ക് മൊഞ്ചത്തി ആവണമെങ്കിൽ മൈലാഞ്ചി എന്തായാലും വേണം. അപ്പൊ അതിന് എന്തായാലും മൈലാഞ്ചി പോരാ, അതിന്റെ കൂടെ കോസ്റ്റ്യൂമും കൂടി വേണം, ഔട്ട്ഫിറ്റ് വേണം. അവിടെ വെറൈറ്റി യൂണിക് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടും. അതും സാരീസും കുർത്തീസും 3 പീസ് അങ്ങനെയൊക്കെയാണ് വെറൈറ്റീസ് വരുന്നത്. അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നതിനെ കുറിച്ച് ആദ്യം നമുക്ക് പറയാം. കൂടുതലും ഇഷ്ടമാണ് കസ്റ്റമർ മെയ്ഡ് ആണ് അത് കൂടുതലും. അത് ഇതിപ്പോൾ ടസർ സിൽക്കിൽ ഫുൾ തയ്യൽ ചെയ്തേക്കുന്നതാണ്. ഫുൾ എംബ്രോയിഡറിയുടെ വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് എവിടേക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒക്കെ നമുക്ക് എംബ്രോയിഡറി ചെയ്തുതരും. ഇപ്പോൾ ജസ്റ്റ് ഇതൊരു ചെസ്റ്റിൻ്റെ പോർഷനും അതുപോലെ തന്നെ ആ ഒരു ദാമൻ്റെ പോർഷൻ്റെ ഒരു കോർണർ സൈഡ്, പിന്നെ അതുപോലെ നമ്മുടെ ഫ്രില്ല് വരുന്നത് ആ ഒരു പോർഷനിലാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ പല എവിടേക്കൊക്കെ വേണമെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. പ്യുവർ ടെസറിൽ അതുപോലെ ഏതൊക്കെ മെറ്റീരിയൽ നിങ്ങൾക്ക് വേണം അതിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് കൂടാതെ ബ്ലൗസും ഇവിടെ സ്റ്റിച്ച് ചെയ്തതാണ്. അതും പറഞ്ഞ മോഡൽ പറഞ്ഞ ഡിസൈൻ. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഒന്ന് സിമ്പിളായിട്ട് ഒന്ന് തയ്ച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ സിമ്പിളായിട്ട് ഒന്ന് മാച്ചിങ്ങിന് വേണ്ടി തയ്ച്ചു കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ കുറേ വേറെ സ്റ്റാഫ്സ് ഉണ്ട് നമ്മുടെ മാഡത്തിന്റെ കൂടെ ബാക്ക് ബോൺ ആയിട്ട് സപ്പോർട്ടിന് വേണ്ടി അവരാണ് എൻ്റെ മെയിൻ ബാക്ക് ബോൺ. അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം നമുക്ക്. വാ ജസ്റ്റ് വേറൊരു ചേച്ചി കൂടി ഉണ്ട്, നമ്മുടെ തയ്യൽ ചേച്ചി. വാ, അതെന്റെ മെയിൻ തയ്യൽ ചേച്ചിയാണ്. ഇങ്ങോരാണോ മെയിൻ തയ്യൽ ചേച്ചി? ഓക്കെ ചേച്ചി, ഹായ്.
അപ്പം നമ്മുടെ ബ്ലൗസൊക്കെ തയ്ച്ചത് ചേച്ചിയാണ്. പെട്ടെന്ന് പറയണ നിമിഷം കൊണ്ട് എനിക്ക് ചെയ്തത്. അതുപോലെ നിങ്ങൾക്ക് വന്നാൽ ചെയ്തില്ല, കാരണം നിങ്ങൾക്ക് കുറച്ച് യൂണിക് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് ടൈം എടുക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് അല്ലേ, ഇവിടുത്തെ ഓൾ ഇൻ ഓൺ. പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്, ഒരു ചെറിയൊരു സ്റ്റാഫ്. ആദ്യം പൊക്കണ്ടാന്ന്, എനിക്ക് പൊക്കണത് ഇഷ്ടമല്ലാന്ന്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ഉള്ള ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇവിടെ കുർത്തീസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സാരീസിൻ്റെ സെക്ഷനാണ് ഈ ഫുൾ കാണുന്നത്. അതിൽ വെറൈറ്റി ഓഫ് സാരീസ് നമുക്കുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോരോ സാരീസ് വെച്ചിട്ട് നോക്കാം. അധികം സമയം കളയേണ്ട, നമുക്ക് ഈ ഡ്രസ്സുകളാണ് കണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്ത് നോക്കിയാലോ. മാഡം ആ വഴിക്ക് പോയി, മാഡം ഇങ്ങോട്ട് വായോ, എന്നെ ഒഴിവാക്കി തായോ, നീ എന്തെങ്കിലും കാണിച്ചോളാൻ. അങ്ങനെ പറ്റില്ലല്ലോ. നമുക്കപ്പോൾ ഒരെണ്ണം എവിടെന്നെങ്കിലും ഒന്ന് എടുത്താലോ. നമുക്ക് ഫസ്റ്റ് ഇതിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ. ഇപ്പോൾ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ സാരീസൊക്കെ കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്. അതും എല്ലാവരും ഒരുപോലെ കസവുള്ളതും അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പം യൂണിഫോം ആവാണ്ട് കുറച്ച് യൂണിക്ക് വേണം എന്ന് വെച്ചാൽ ഇത് അതേ കളറിൽ ഇത് ജൂട്ടാണ്. അതെ, ജൂട്ടെ തയ്യൽ എഴുതിയിരിക്കുന്നത്. ഇത് ജൂട്ടിൻ്റെ സാരി. അതുപോലെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാൻ എന്തായാലും ഇതിന് ഊരിയുണ്ട്, കാരണം ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചില്ലെങ്കിൽ എന്ത് കണ്ടു. പിന്നെ കണ്ടോ, അടിപൊളി ഒരു വെറൈറ്റി സംഭവമാണ്. നമുക്ക് ഓണത്തിന് യൂസ് ചെയ്യാം, അത് കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ്. ഫുൾ എംബ്രോയ്ഡറിയുടെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. കിളി പറന്ന് പോകാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ എന്ത് വേണമെന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ ഒക്കെ ചെയ്തു തരും അല്ലേ, എന്ത് ഡിസൈൻസ് എന്ത് മോഡൽസ് വേണം. പിന്നെ സൈഡിൽ കസവും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓണം കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിലെ ബ്ലൗസൊക്കെ എങ്ങനെയാണ്? ഇതിന്റെ അകത്ത് തന്നെ വിത്ത് ബ്ലൗസ് ആണ് ഇത്. ഞാൻ എന്തായാലും ബ്ലൗസ് പ്ലെയിൻ ആണ്. അതിൽ ഇതാണ് ബ്ലൗസ്. ഓക്കെ, സെയിം അതിൽ. അപ്പം കൈക്ക് ഇത് മാത്രം കൊടുക്കാനായിട്ട് ഇത് കംപ്ലീറ്റ് ഫുള്ള് ഭയങ്കര ഹെവി വർക്ക് ഉള്ളത്. ഞാൻ എന്തായാലും ഇത് ഫുൾ നിവർത്തുന്നുണ്ട്, എന്നാലാണ് അതിന്റെ ഡിസൈൻസ് കാര്യങ്ങളൊന്ന് കാണാൻ പറ്റുള്ളൂ. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുൾ അല്ലെങ്കിൽ ഭയങ്കര ഹെവി വർക്ക് ആയത് കാരണം ബ്ലൗസ് സിമ്പിൾ ആക്കുന്നതാണ്. അത്രയും മതി. അപ്പൊ ഇത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് കളർ, ഇപ്പൊ ജൂട്ടിന്റെ മെറ്റീരിയൽ ഒക്കെ പ്യുവറും ഉണ്ട് സെമിയും ഉണ്ട് കേട്ടോ, രണ്ട് രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഇട്ട് 1 ലെയർ ഒക്കെ ഇട്ട് വരുമ്പോൾ എന്ത് രസമായിരിക്കും കാണാനായിട്ട്. കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ബ്ലൗസ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ, നമുക്ക് പറഞ്ഞ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും. എന്തായാലും ഇത് ഞാൻ ഇവിടെ പഠിച്ചു വരെ ഇട്ടിട്ടുണ്ട്, സോറി അതിനായിട്ട്. അടുത്തൊരു സാരി നോക്കുകയാണെങ്കിൽ നമുക്ക് ഓർഗൻസിൽ ഫുൾ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഒരു സാരിയാണ്. അപ്പോൾ റീറ്റെയിലാണ്, നമുക്ക് സിംഗിൾ പീസ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് പിക്ക് ചെയ്യേണ്ടത്? ഡയറക്റ്റ് വാക്കിംഗ് കസ്റ്റമർ വരണോ അല്ലെങ്കിൽ വീഡിയോ കോൾ ത്രൂ ആയാലും നമുക്ക് അയച്ചു കൊടുക്കും. വീഡിയോ കോൾ ആയിട്ടാണെങ്കിലും അവർ പറയുവാണെങ്കിൽ കസ്റ്റമർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഡിസൈൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് പറയുന്ന രീതിയിൽ ഇഷ്ടമുള്ള കളറിനനുസരിച്ച് അത് ചെയ്തെടുക്കാനും ചെയ്യാം. ഇതിനാകുമ്പോൾ ഞങ്ങളപ്പോൾ സാധാരണ രീതിയിൽ ചിലർക്ക് ദേ വിൽ നോട്ട് വാണ്ട് ദി സെയിം കളർ ബ്ലൗസ്. അപ്പം ഞങ്ങളപ്പോൾ ഈ പൂക്കൾ വെച്ചിട്ട് അതിന്റെ മെറൂൺ കൊടുക്കും, കോൺട്രാസ്റ്റ് ആയിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇങ്ങനെ. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ ഇടാം. അപ്പോൾ കുറച്ച് സാരിയൊക്കെ ഇങ്ങനെ പോപ്പപ്പ് ചെയ്തെടുത്ത് കാണിക്കും, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കൂട്ടാ. ഇതിൽ കണ്ടോ, ഫുൾ ട്രെൻഡാണ് പേസ്റ്റൽ കളേഴ്സ്, അതുകൊണ്ടാണ് കൂടുതലും ഇപ്പൊ അങ്ങനെ പോകുന്നത്. കൂടുതലും ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ബ്ലാക്ക് എവർഗ്രീൻ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഇനി ബ്ലാക്കിൽ തന്നെ കുറച്ചുകൂടി യൂണിക് ആയാലോ, ആ കാണുന്ന യൂണിക്കാണ് ഇവിടെ വരുന്നത്. കണ്ടോ, ഇത് ഉപ്പട സിൽക്ക്, അതേലാണ് ഉപ്പട സിൽക്കിൽ ഇങ്ങനെ ക്രോഷ്യ പോലത്തെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, പക്ഷെ കാണുമ്പോൾ നമുക്കൊരു എംബ്രോയിഡറി ഫീലിംഗ് ആണ്. ലുക്കിൽ നോക്കുമ്പോൾ ക്രോഷ്യയിൽ ഒരു സ്റ്റിച്ച് പോലത്തെ ഒരു ഫീലിംഗും നമുക്ക് കിട്ടുന്നുണ്ട്. അതും ആ ഒരു ബ്ലാക്കിൽ പോപ്പപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ അതും അടിപൊളി. അതിന്റെ ബ്ലൗസിന്റെ കയ്യിൽ കൊടുക്കാനായിട്ട് ബ്ലൗസിലും ഈ വർക്ക്. അപ്പോൾ ഉപ്പട സിൽക്ക് ബ്ലാക്കിലല്ലാണ്ട് വേറെ കളർ ചോദിക്കുകയാണെങ്കിൽ അതും ഇവിടെ ഇനിയിപ്പോൾ മാം വെയർ ചെയ്തിരിക്കുന്ന സാരി സിമ്പിൾ ആണ്. ഇത് വെറും സിമ്പിൾ സാരി, പക്ഷെ കുറച്ച് ഡിഫറെന്റ് ആണ്. അതിന്റെ ശരിക്കും ബ്ലൗസ് ആണ് ശരിക്കും ഇതിന്റെ ഹെവി വർക്ക് ആയിട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അത് കാരണം അതൊരു കോൺട്രാസ്റ്റ് കൊടുത്തേക്കുക. സാരി ഈസ് വെറും സിമ്പിൾ സാരി, ജോർജറ്റിന്റെ സിമ്പിൾ ആയിട്ട്. അപ്പൊ അതിന് ബ്ലൗസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാരി സിമ്പിൾ ആക്കിയിട്ടുള്ളത്. എന്റെ നോക്കുകയാണെങ്കിൽ സാരി കുറച്ച് ഹെവി ആയതുകൊണ്ട് ബ്ലൗസ് സിമ്പിൾ ആയിട്ട് കൊടുത്തത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം, രണ്ടും കൂടി ഹെവി ആയി കഴിഞ്ഞാൽ ഒട്ടും കാണാൻ ഭംഗിയുണ്ടാവില്ല. ഇനി നമുക്ക് ഈ ഒരു സാരി സിൽക്കിൽ വേറെ വർക്ക്, വാവ്, നല്ലൊരു 3D പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. അതും റോ സിൽക്കിൽ. റോ സിൽക്ക് എന്ന് പറയുമ്പോൾ പ്യുവറും ഉണ്ട് സെമിയും ഉണ്ട്. അത് നിങ്ങൾ തന്നെ വന്ന് നോക്കി നിങ്ങളുടെ ഇഷ്ടത്തിന് ഫീൽ ചെയ്തിട്ട് മേടിക്കാൻ നല്ലത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപോലത്തെ ഇങ്ങനെ ഫാമിലീസിനൊക്കെ ചെയ്ത് കൊടുക്കാം, സുഖമായിട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവർക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് കേട്ടോ, അത് മോഡലല്ലേ. പിന്നെ ഇത് മാത്രമല്ല മൈലാഞ്ചി, പിന്നെ 4-5 കടയൊക്കെ ഇല്ലേ? 3 കടയുണ്ട് ചേർത്താ. 3 ഒരെണ്ണം ജോസ് ജംഗ്ഷനിലാണ്, ഒരെണ്ണം
ഞാൻ മൈക്ക് ഓൺ ആണോ നോക്കിയതാ. ഓക്കെ, എവിടേക്കാണ്? ജോസ് ജംഗ്ഷൻ. ജോസ് ജംഗ്ഷൻ, ഒന്ന് കോൺവെന്റ് ജംഗ്ഷൻ. കോൺവെന്റ് ജംഗ്ഷനിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നേ ഉള്ളൂ ബൈ ദി എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത്. ഓക്കെ, പിന്നെ ഇത് അപ്പം 3 ഓക്കെ, 3 പിന്നെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് നമുക്ക്. ഈ പറയുന്ന സ്ഥലത്തൊക്കെ സെയിം അപ്പൊ നമ്മൾ അവിടെ ഇല്ല. ജോസിൽ കൂടുതലായിട്ടും റണ്ണിങ് മെറ്റീരിയൽസ് ആണ്, എല്ലാ ടൈപ്പ് ഓഫ് റണ്ണിങ് മെറ്റീരിയൽസ്. ഓക്കെ, അതും റീറ്റെയിൽ തന്നെയാണോ? ഹോൾസെയിൽ അല്ല, റീറ്റെയിൽ തന്നെ. അവിടെ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടത് 1/2 മീറ്റർ, 1 മീറ്റർ, 2 മീറ്റർ എങ്ങനെ മുറിച്ചെടുക്കാനുള്ള ഓപ്ഷൻസ്. സാരി ആയിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് ആ സാരി അവിടുന്ന് ചിലർ കൊണ്ടുവന്ന് ഇവിടെ തരാറുണ്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട്. ഓ, അപ്പൊ അങ്ങനെ. ഓ, അപ്പൊ ഫുൾ മൈലാഞ്ചി എന്നുള്ള പേര് തന്നെയല്ലേ വരുന്നത്? അതെ, എല്ലാം മൈലാഞ്ചി എന്നുള്ള പേര് തന്നെയാണ് വരുന്നത്. ഇനി ഇതെന്തായാലും ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് നോക്കിയെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു സാരി നമുക്ക് നോക്കിയാലോ. ഇത് കുറച്ച് ഇക്കത്തിന്റെ പാറ്റേണിലാണ് വരുന്നത്. അതിൽ വലിയൊരു കസുവിന്റെ ഡിസൈനൊക്കെ കസുവ് വന്നിട്ടുണ്ട് കേട്ടോ. ഇക്കത്തിന്റെ പ്രിന്റാണ് ഓവറോൾ വന്നിരിക്കുന്നത്. ഇത് ഫുൾ ഇങ്ങനെ നിവർത്തണം എന്നുണ്ട്. ഈ ബൂട്ടിക്ക് ആയതുകൊണ്ട് കുറച്ച് സ്റ്റാൻഡേർഡ് പിടിച്ച് നിൽക്കണമല്ലോ. അങ്ങനെ നമുക്ക് തോന്നും കേട്ടോ. ബൂട്ടിക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്താ ഭയങ്കര സ്റ്റാൻഡേർഡോ ഭയങ്കര കാശോ പോഷ് ഏരിയ. പക്ഷെ അങ്ങനെയല്ല, തുണിയുണ്ട്, അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് എന്തായാലും നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് ഫുൾ ഇക്കത്തിൻ്റെ പ്രിന്റിലാണ് വരുന്നത്. ഓവറോൾ പ്രിന്റ് വീവിങ് അല്ല, പ്രിന്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. വീവിങ് അല്ല, പ്രിന്റ് തന്നെയാണ് ഓവറോൾ. അതെന്ന് വെച്ചാൽ പൊച്ചമ്പള്ളി സ്റ്റൈലിലൊക്കെ എന്ന് പറയില്ലേ, ആ ഒരു സ്റ്റൈലാണ് കേട്ടോ വരുന്നത്. കോൺട്രാസ്റ്റ് ആണ് ഇതിൻ്റെ ബ്ലൗസ്. ഈ ബ്ലൗസ് തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സാരിയായി. ഇതൊക്കെ വീഡിയോ ഇടുമ്പോഴേക്കും കഴിയും. അപ്പോൾ ഇത് ഒരു പീസ് ഒരെണ്ണം ഉണ്ടാവുള്ളൂ, ഇതിൻ്റെ വേറെ പീസ് ഉണ്ടാവില്ല. അപ്പോൾ വേഗം ഓർഡർ ചെയ്തതാണെങ്കിൽ ആവശ്യമുള്ളതനുസരിച്ചിട്ട്. ഇനി ഒരെണ്ണം നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് കട്ട് വർക്കിലാണ് അല്ലേ വന്നിരിക്കുന്നത്. കട്ട് വർക്ക് നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? ഒക്കെ നമ്മളാണോ ചൂസ് ചെയ്യണത്? എങ്ങനെ കളേഴ്സ് ഒക്കെ ഇങ്ങനെ നമ്മൾ തന്നെയാണോ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണത്? അപ്പൊ ഇത് കട്ട് വർക്കിലാണ് ഇത് വരുന്നത്. കറക്റ്റ് ബ്ലൗസ് ഇത് ഈ കളർ ബ്ലൗസ് കൊടുത്തിട്ട് ഈ തയ്യൽ അവിടെ കൊടുത്തു. കോൺട്രാസ്റ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾട്ട പുൾട്ട ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ മൊത്തം ഓവറോൾ. അപ്പൊ നമുക്ക് സാരീസിനൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ ഏകദേശം അല്ലെങ്കിൽ മെറ്റീരിയൽ അനുസരിച്ചിട്ടായിരിക്കും? മെറ്റീരിയൽ അനുസരിച്ചാണ് കൂടുതലും. ഇപ്പം ഉപ്പടയൊക്കെ എടുക്കുന്നത് ഇതിന്റെയൊക്കെ റേറ്റ് 3500 റേറ്റ് ആണ്. ഇത് ഉപ്പട സിൽക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഐറ്റം ആണ്. അപ്പൊ അതിന്റെ റേറ്റ് നോക്കിയിട്ട് കാര്യമില്ല, അത്ര റേറ്റ് ഉണ്ട്. പിന്നെ പ്യുവർ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഡെഫിനറ്റ്ലി എന്തായാലും 2000, 3000, 4000 ആ റേഞ്ചിലൊക്കെ എന്തായാലും വരും. ഇനി എന്താ പറയുക, ഡിഫറെൻറ്റ്. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒരുപോലത്തെ സാരി എടുക്കണേക്കാളും ബെറ്റർ അല്ലേ യൂണിക് ആയിട്ടുള്ളത്? അതെ, അത് വേണമെന്ന് വെച്ചാൽ എങ്ങോട്ട് വരണം? ഇവിടെ വന്നാൽ മതി. എവിടെയത് സ്ഥലം പറഞ്ഞു കൊടുക്ക. ഇത് കലൂര് എറണാകുളത്ത് കലൂര് നമ്മുടെ മുത്തൂട്ട് റോയൽ ടവർ എന്ന് പറഞ്ഞിട്ട് ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലാണ്. മൈലാഞ്ചി പേരിടാൻ എന്താ കാരണം? അമ്മ ഇട്ടതല്ല, അങ്ങനൊന്നുമില്ല. പേര് അമ്മ ഇട്ടതാ. പേരിട്ടു എന്നുള്ളതേ ഉള്ളൂ. മൈലാഞ്ചി എന്നുള്ള പേരിട്ടു എന്നുള്ളത്. നേരത്തെ കണ്ടവര് എല്ലാവർക്കും കളർ ഇഷ്ടമല്ലേ, അപ്പൊ കളർഫുൾ ആക്കാൻ വേണ്ടിട്ട്. ഓ, അങ്ങനെ ചിന്തിച്ചത്. അപ്പം 11 കൊല്ലം മുന്നത്തെ പേര്. ഈ പേരും യൂണിക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ വരുന്നത് കട്ട് വർക്കിൽ തന്നെ നമുക്ക് നേരത്തെ കണ്ടത് ഒരു കോൺട്രാസ്റ്റ് ആയിരുന്നു. ഇതിന്റെ ബ്ലൗസ് ഇതിന്റെ എങ്ങനെയാ? ഇതിന്റെ കൂടെ തന്നെ അകത്ത് തന്നെ വരുന്നത് അല്ലേ? അപ്പോൾ ഇത് 6.5 മീറ്ററിന്റെ ഒരു സാരി ആയിരിക്കും ഫുള്ളായിട്ട് വരുന്നത്. ഇനി കുറേ സാരീസൊക്കെ ഈ ഫോൺ കോളും വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചെയ്യാം, കുറച്ച് സാരീസൊക്കെ കാണിച്ചു. ഇനി എന്തായാലും ഈ സാരി ഇപ്പം എനിക്ക് യൂണിക്ക് ആവണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും സാരി ഒന്ന് മാറ്റിയിട്ട് വന്നല്ലോ, ഒന്ന് ഡിഫറെൻ്റ് ആക്കിയിട്ട് വന്നല്ലോ. അപ്പോൾ എന്തായാലും ഈ സാരീനെ കുറിച്ച് കണ്ടില്ലേ, പ്യുവർ ടെസറിലാണ് സാരി എടുത്തൊന്നും തോന്നണില്ല. അത്രയും ലൈറ്റ് വെയിറ്റാണ്. ഇനി ഒന്ന് സാരി മാറ്റിയിട്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഞാൻ എടുത്തിട്ട് വരാം. ഇതൊക്കെ നമുക്ക് കണ്ടിട്ട് ഇന്ന് പോകണുള്ളൂ. എന്തായാലും മാറ്റിയിട്ട് വരാം അല്ലേ? ഇവിടെ തന്നെ ട്രയൽ റൂം ഉണ്ട് കേട്ടോ. പെട്ടെന്ന് വരാം. ഡിഫറെൻ്റ് ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമ്മളൊരു സാരി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും ബ്ലാക്കിൽ ഫുൾ വർക്ക് ആയിട്ടുള്ളത്. നെറ്റാണ് കേട്ടോ, ഫുൾ നെറ്റിൽ. അതും ഇവിടെ തന്നെ വർക്ക് ചെയ്യിപ്പിച്ചെടുത്തത്. അതും നമ്മൾ 2 പേരും ബ്ലാക്ക്. ബ്ലൗസ് മാറ്റിയിട്ടില്ല എന്ന് തോന്നുന്നില്ല. കണ്ട, ഒരു ബ്ലൗസിൽ തന്നെ എത്ര സാരി കൊടുക്കാൻ പറ്റുമോ അതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ നമ്മൾ കാണിച്ചത്. അപ്പൊ ഈ ഒരു കട്ട് വർക്ക്, ഫുൾ കട്ട് വർക്കുള്ള സാരി എന്ന് വെച്ചാൽ അതിൽ തന്നെ സെൽഫായിട്ടുള്ള വർക്ക് കൊടുത്തതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഭംഗി. പിന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ്, ഡിസൈനർ ബ്ലൗസ് കൊടുത്തതുകൊണ്ട് ആ ഒരു വർക്ക് അങ്ങനെ കയറി. എൻ്റെ എന്ന് പറയുമ്പോൾ സാരിക്കാണ് കൂടുതൽ വർക്ക് കയറിയിരിക്കുന്നത്. അപ്പം നമ്മൾ പ്ലെയിൻ ബ്ലൗസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ നെറ്റിലാണ് ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ വന്നിരിക്കുക. അപ്പോൾ ഇതുപോലെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് സാരീസ് ഫുൾ ഓരോന്നോരോന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് സാരീസ് നോക്കുകയാണെങ്കിൽ
കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ആ ഒരു ബാന്തിനി സ്റ്റൈലിൽ വരുന്ന ഒരു സാരിയാണ്. സിൽക്ക് മെറ്റീരിയലാണ്. കസവിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ട് ഞാൻ ഫുൾ നിവർത്തി കാണിക്കില്ല. എല്ലാതും നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ വരുന്ന ഐറ്റം എന്ന് പറയണത് ഇതാ, ഇതൊക്കെ നമുക്ക് റയർ പീസസ് ആണ് അല്ലേ ഫുൾ വരുന്നത്. ഇതിന്റെ ഒരു ഡിഫറെന്റ് കളർ ഓപ്ഷൻസ് ചോദിച്ചാൽ അതും ഉണ്ടാവില്ല. ഇല്ലല്ലോ, ഒക്കെ റയർ റയർ. അതെ, നമ്മൾ ഒന്നുള്ളൂ, നമുക്ക് യൂണിക് ആയിട്ട് നിൽക്കണം. അതാണ് നമ്മുടെ തീം. ഇത് വരുന്നത് ഒരു ഡിസൈനർ ബ്ലൗസും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് സാരി ശരിക്കും വെയിറ്റ് കുറവാണ്, തീരെ വെയിറ്റ് കുറഞ്ഞത്. അപ്പം നമ്മൾ ആ ഭയങ്കര എടുത്തു കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ബ്ലൗസ് കൊടുക്കുന്നത്. നല്ല ഹെവി വർക്കുള്ള ബ്ലൗസ് ഇതിന്റെ കൂടെ. അപ്പൊ ഇത് നമ്മൾ എടുക്കുമ്പോൾ സാരിയും ബ്ലൗസും കൂടി അങ്ങനെ ഒരുമിച്ച് എടുക്കണം. അത് ചിലർ വരുമ്പോഴത്തേക്ക് ഇത്രയും ഹെവി വർക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അവർ ഞങ്ങളപ്പോൾ അത് മാറ്റിയിട്ട് അവർക്ക് സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസ് വേണമെങ്കിലും ശരിയാക്കി കൊടുക്കും. അപ്പൊ നിങ്ങളുടെ ചോയ്സ് നിങ്ങളുടെ ഇഷ്ടമാണ്. സാരിയും നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ബ്ലൗസ് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ തയ്ക്കണത് എങ്ങനെയാ അതും നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നമ്മളിവിടെ എല്ലാത്തിനും റെഡിയാണ്. ഫുൾ യൂണിറ്റ് ഇഷ്ടത്തിനനുസരിച്ച്. അതെ, ഫുൾ യൂണിറ്റ് തന്നെ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത്. ഇത് ഒരു നമുക്ക് ഡിസൈനർ ആയിട്ട് വേണ്ട ഒരു പട്ടെന്നുള്ള രീതിയിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ ഒരു ടിഷ്യൂല് നമുക്ക് ഒരു കോപ്പറിന്റെ വർക്കൊക്കെ കയറിയിട്ടുള്ള ഫുൾ ഓവറോൾ നമുക്ക് കോപ്പറിന്റെ സെറി വർക്ക് ഫുൾ വീവിങ്ങിലാണ് കേട്ടോ ഇത് വരുന്നത്. ഫുൾ നിവർത്തണില്ല, ജസ്റ്റ് എന്താണ് ഇവിടെ ഐറ്റം എന്നുള്ളത് ഒന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് ഒരു അടിപൊളി ഒരു പീസാണ് കേട്ടോ. ഫുൾ തയ്യല, ഇത് ഫുൾ വർക്കാണ്, ഹാൻഡ് വർക്കാണ്, കൈകൊണ്ട് ചെയ്തിട്ടുള്ള ഫുൾ വർക്കാണ് കേട്ടോ വരുന്നത്. ഓവറോൾ ഇത് മുന്താണിയുടെ പോർഷനാണ്. ബാക്കി ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു പാച്ച് വർക്ക് പോലെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒക്കെ യൂണിക്ക്, ഒക്കെ ഡിഫറെൻ്റ് ആണ് അല്ലേ വരുന്നത്. ഇനിയിപ്പോൾ ഓണം സീസണാണ് വരുന്നത്. അപ്പോൾ ഓണം സീസൺ വരുമ്പോൾ അതിനും നമുക്ക് ഈ ഒരു ബേജ് വൈറ്റ് ആ ഒരു തീമാണല്ലോ വേണ്ടത്. അപ്പോൾ അതിൽ നമുക്കൊരു ഡിജിറ്റൽ പ്രിൻറ്റ് സിൽവറും ഗോൾഡിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി ഒരു അടിപൊളി. ഓണം കഴിഞ്ഞാലും നമുക്ക് കൊടുക്കാമല്ലോ. ഓക്കെ, പിന്നെ വരുന്ന വെറൈറ്റി എന്തായാലും അവിടെ നിന്ന് എടുത്തോ. ഇനി ഇതൊരു പ്ലെയിൻ ടിഷ്യൂ ഇതാണ് കൂടുതലും ഭയങ്കര ഇതുള്ളൂ. പക്ഷെ അതിൻ്റെ ബ്ലൗസ് കൊടുത്ത് വേറെ കംപ്ലീറ്റ് സെപ്പറേറ്റ് ഒരു സിൽക്ക് അല്ല, കോട്ടണിൽ നമുക്ക് ഒരു ഇക്കത്തും പാറ്റേൺ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കോട്ടൺ. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് ടിഷ്യൂൻ്റെ സാരി, അതും ലൈറ്റ് വെയിറ്റ് ആണ്. ഫുൾ ഭയങ്കര പേപ്പറിൻ്റെ കാരണം പോലും ഇല്ല എന്ന് പറയില്ല, ആ ഒരു ലൈറ്റ് വെയിറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. വൈറ്റും റെഡും കോമ്പിനേഷൻ, അല്ലെങ്കിൽ പിങ്ക് കോമ്പിനേഷൻ, അതിൽ ബ്ലാക്ക്, അങ്ങനെ പലതരം. അപ്പോൾ ഇത് വരുന്നത് ഒരു വൈറ്റിൽ നമുക്കൊരു പിങ്കിൻ്റെ. അപ്പോൾ ഇത് ഏത് ഏജിലുള്ളവർക്കും പറ്റും. ഇവൻ ഇച്ചിരി പ്രായമുള്ളവർക്കാണെങ്കിൽ പോലും ഇറ്റ് ഈസ് ജസ്റ്റ് പ്ലീസിങ് കളർ ഫോർ ദം ഓൾസോ. അത്രയും ബെസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് കുറച്ച് ഒരു പൊടിക്ക് സിൽക്കി മെറ്റീരിയലിന് കുറച്ച് വെയിറ്റ് ഉണ്ട്. ഞാനൊക്കെ എടുത്തെങ്കിൽ പറയുമ്പോൾ ഉടുത്തുന്നേ ഫീൽ ചെയ്യില്ല, നെറ്റാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. ഒക്കെ വെറൈറ്റി പീസുകളാണ് കേട്ടോ ഇപ്പോൾ എടുത്ത് കാണിക്കുന്നത്. ഇതും ഓർഗൻസയിൽ നമുക്ക് ഓർഗൻസ ചെയ്തിട്ട് ഇത് റോ സിൽക്ക്, സെമി റോ സിൽക്കയിലാണ് ബ്ലൗസ് അതിൻ്റെ. അത് തന്നെ വർക്ക് ചെയ്തേക്കുന്ന സൈഡിൽ ബോർഡറും കൊടുത്തേ. പിന്നെ ഇടയിൽ നമുക്ക് ഫുൾ ഒരു എംബ്രോയിഡറി തയ്യലും വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് മുകളിലത്തെ പോർഷനെ കാണിക്കുന്നത്. ഇതൊക്കെ ക്രോസ് സ്റ്റിച്ചിൽ, അത് ക്രോസ് സ്റ്റിച്ച്, ഇതാ ക്രോസ് സ്റ്റിച്ചിലാണ് കേട്ടോ ഇത് ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. തന്നെയാണ്. അതെ, ഒക്കെ റയർ ഹെവി പീസസ് ആണ് വരുന്നത്. റേറ്റ് കാര്യങ്ങൾ അറിയണമെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി ഡീറ്റെയിൽസ്. പിന്നെ എപ്പോഴും ഓരോരോ ഡിസൈൻസ് മാറിക്കൊണ്ടിരിക്കും, ഓരോരോ പാറ്റേൺസ് മാറിക്കൊണ്ടിരിക്കും. ഇത് അടിപൊളി ഒരു ഐറ്റം ആണല്ലോ. ഇതും പോച്ചമ്പള്ളിയിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. വൺ സൈഡ് ബോർഡർ കുറവും അപ്പുറത്തെ സൈഡ് ബോർഡർ വീതി കൂടുതലും, അങ്ങനെയാണ് വരുന്നത്. എന്തായാലും എനിക്ക് മൈലാഞ്ചിയുടെ പേര് ശരിക്ക് ഇതല്ലല്ലോ, മൈലാഞ്ചിയുടെ പേര് ME ഇല്ല, അത് വേറെ ഒരു ഷോപ്പ് ഉണ്ട് ഡൈ ചെയ്യുന്നവരുടെ, അവരുടെ സ്പെല്ലിംഗ് സാധാരണ മൈലാഞ്ചി സ്പെല്ലിംഗ് വേറെ. ഇത് നമ്മൾ യൂണിക് ആക്കാൻ വേണ്ടിട്ട് ഡബിൾ ഐ ആണേ ഉള്ളൂ. ഓക്കെ, അതുപോലെ ഇത് ശരിക്കും ഇത് ഡബിൾ ഷെയ്ഡ് ഡൈ. സാരി തന്നെ ഈസ് ഡബിൾ ഷെയ്ഡ്. നമുക്ക് തിരിച്ചും മറിച്ചു കൊടുക്കാം വേണമെങ്കിൽ. ഇത് താഴെ വരാം ലൈറ്റ് കളർ, ഇത് അങ്ങനെ എടുക്കാം മുകളിലും താഴെയായിട്ട്. ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് പ്ലെയിൻ ആ സാരി, പക്ഷേ ഇറ്റ്സ് ഡബിൾ ഷെയ്ഡ്. അതും ഭയങ്കര ലൈറ്റ് വെയിറ്റിലാണ് വരുന്നത്. നമുക്ക് വൺ സൈഡ് ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഇഷ്ടമുള്ള രീതി അനുസരിച്ച് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ്. പിന്നെ ഹൈറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ ആയത് കാരണം നല്ല ഹെവി വർക്ക് ഉള്ള ബ്ലൗസ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹൈറ്റ് കൂടുതലുള്ളവർക്കായാലും ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. കാരണം 5, 6 ഉള്ള ഹൈറ്റ് ആയാലും ഇത് ഇവിടം വരെ എത്തുന്നുണ്ട്. ചിലർക്ക് ഈ
തടം ഉള്ളിൽ വെക്കാൻ കുത്താനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ കുറച്ച് സ്പേസ് ഉണ്ടാവുള്ളൂ നമുക്ക് സാരിക്ക്. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇവിടെ ഇല്ല. കാരണം ഫുൾ നമ്മൾ സാധാരണ റെഡിമെയ്ഡ് സാരീസ് മേടിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ ഒക്കെ നമ്മൾ ചെയ്യിപ്പിക്കണതായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു വെറൈറ്റിയും യൂണിക്ക് എന്തായാലും നമുക്ക് ഉണ്ടാവും. പിന്നെയും സാരീസ് കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ സാരീസാണ് ഒക്കെ വെറൈറ്റി. ഇത് ജോർജറ്റിന്റെ അല്ല ടിഷ്യൂ ട്ടാ. ഇത് ടിഷ്യൂ ആണ്, നെറ്റഡ് ടിഷ്യൂ ആണ്. അതെ, അതില് കംപ്ലീറ്റ് ശരിക്കും നെറ്റഡ് ബ്ലൗസ് ആണ്, കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വർക്കുള്ള ബ്ലൗസ്. ഫസ്റ്റ് അവിടുന്ന് എടുത്തപ്പോൾ എനിക്ക് ആ ഒരു ജോർജറ്റിന്റെ ഫീൽ കിട്ടി. പിന്നെ ഇത് നമ്മൾ പിടിക്കുമ്പോഴാണ് ആ ഒരു നെറ്റില് ടിഷ്യൂ ആയിട്ട് ആ ഒരു മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ വരുന്നത് ഫുൾ കട്ട് വർക്കിൽ. ഞാൻ അതിന്റെ വേറെ ഒരു കളറാണ് ശരിക്കും വേറെ ചെയ്തിരിക്കുന്നത് ഇതാ സെയിം അതിന്റെ ഡിഫറെന്റ് കളർ ഷെയ്ഡ്. അപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് പ്യുവർ വൈറ്റില് കംപ്ലീറ്റ് റെഡ് പൂക്കൾ വെച്ച് ചെയ്തേക്കാണ്. ചെറിയ 0.5 mm സീക്വൻസ് വർക്കും അതെ ഫ്ലവേഴ്സും അതിൽ നെറ്റിന്റെ ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ. ശരിക്കും നമ്മൾ ക്രിസ്മസിനൊക്കെ ഒത്തിരി പേര് വന്ന് ചോദിക്കാറുണ്ട് വൈറ്റ് സാരി ക്രിസ്മസ് ടൈം ആ ടൈമില്. പക്ഷേ അത് റെഡും കൂടെ ചേർന്നത് രണ്ടും കൂടി ഒരുമിച്ച് കിട്ടുന്ന ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ വെറൈറ്റീസ് നോക്കുകയാണെങ്കിൽ ഇതെന്തത് ഫുൾ വെറൈറ്റി ആണല്ലോ. ശരിക്കും ഒരു ഇതേ തയ്യലും ഉണ്ട്, ഒരു ലെപ്പഡിന്റെ പോലത്തെ ആ ഒരു ഡിസൈൻ കേട്ടോ. ഞാൻ എടുത്തപ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ തോന്നിയത്. അതിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വെറൈറ്റീസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് സ്പീഡിൽ കാണിച്ചു പോവാണ് കേട്ടോ. ഇതും ഫുൾ സാരീസ് തന്നെയാണ്. പിന്നെ ഇവിടെയും സാരീസ് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എടുത്ത് കാണിക്കാനുള്ള സാരീസൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് യെല്ലോ സാരി ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. വാ യെല്ലോയില് അത് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ബ്ലൂ. ഇത് ഫുൾ നമ്മൾ ഇത് ഫുള്ള് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ള കട്ട് വർക്കാണ് കേട്ടോ. അതാണ് ആ ഒരു പുൾട്ടയായിട്ട് ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. അതും സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത്. യെല്ലോ ഷെയ്ഡിലായി. എനിക്ക് എല്ലായിടത്തും കാണിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അത്രയും വെറൈറ്റീസ് ആണ്. ഇതൊക്കെ ഇത്തിരി സിൽക്കേല് ഈ തയ്യലാണ്. അതെ, ഇത് ഫുൾ ചെയ്യിപ്പിച്ചതാ. വീണ്ടും പറയുകയാണ്, ഇത് വേറെ സ്ഥലത്ത് പോയാൽ കിട്ടില്ല. ഇത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. ഇത് നമ്മുടെ ഡിസൈൻസ് ആണ്. ഇനി ഇതിന്റെ വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ കോപ്പിയൊക്കെ ഇറങ്ങും അല്ലേ? അതിറങ്ങും. പക്ഷെ നമുക്ക് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇതാ എൻ്റെ വേറെ ഒരു തയ്യല് ഫുൾ അല്ലേ? അതൊരു ഗ്രീൻ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു വർക്ക് കേട്ടോ. ഇനി ഒരു ഫംഗ്ഷനൊക്കെ വരാണെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിൽ. അപ്പം നമുക്ക് സാരീസും ബ്ലൗസും മാത്രം അല്ലെങ്കിൽ ഗൗൺ അങ്ങനത്തെ സംഭവം അത് ഞാൻ ചെയ്യുന്നുണ്ടല്ലേ? ഇപ്പോൾ ബ്രൈഡൽ ആയാലും അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് അനീതിക്കാണ് അവര് അങ്ങനെ ഉണ്ട് കാണിക്കണം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് വേണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കണം. എന്തായാലും ഫുൾ കണ്ടിട്ട് തന്നെ പോവുള്ളൂ. വാവ്, സോ പ്രിറ്റി എന്നൊക്കെ നല്ലൊരു ബ്ലാക്കിൽ ആ ഒരു ഫുൾ പ്രിന്റഡ് ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര ബ്ലാക്ക് പറഞ്ഞപ്പോഴാണ് നമുക്ക് ബ്ലാക്ക്. ഇതിപ്പോ ഇങ്ങനെ നമ്മൾ വാങ്ങിച്ചാൽ പോലും നമ്മൾ അതേൽ ഞങ്ങൾ പേഴ്സണലി ചെയ്യുന്നുണ്ട് വർക്ക്. അതേൽ അറ്റ്ലീസ്റ്റ് ബോർഡേഴ്സ് കൊടുത്ത് അതിന് വേറെ ബ്ലൗസ് എടുക്കും. എന്തൊരു സാരി നമുക്ക് കിട്ടിയാലും അതിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡെക്കറേഷൻ പണി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ചെയ്തിട്ട് ഇവിടുന്ന് വിടുള്ളൂ. ഒരു സാരി പുറത്തേക്ക് മൈലാഞ്ചിയിൽ ഇറങ്ങുകയാണെങ്കിൽ അതൊരു ഡിഫറെൻറ്റ് പീസ് ആയിരിക്കണം. അങ്ങനെ ഒരു നിർബന്ധം ഞങ്ങൾക്ക് എന്തായാലും ഉണ്ട്. പിന്നത്തെ വരുന്ന വെറൈറ്റി എന്ന് പറയണത് ഇത് ജൂട്ടിൻ്റെ ബ്ലൗസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പ്ലെയിൻ ആണ്. ഇതിൽ പാച്ച് വർക്ക് പോലെ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ അത് വരുന്നത്. ഇത് സിമ്പിളായിട്ട് ആ ഒരു പ്ലെയിൻ രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ സാരിയും പറയാണ്ടിരിക്കാൻ വയ്യ. സൂപ്പർ ഒരു വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഒരു വർക്കാണ്. ഇത് ദാമൻ്റെ പോർഷനാണ് വരുന്നത് അല്ലേ? ദാമൻ്റെ പോർഷനിൽ അതുപോലെ തന്നെ അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇത് വെറും കോട്ടൺ ബ്ലൗസ്. പക്ഷെ ആ സിമ്പിൾ കൊടുക്കുന്നതാ കളർ കോമ്പിനേഷൻ. ഈ ഒരു കളർ ഇതിലേക്ക് വന്നപ്പോൾ കുറച്ച് ഡിഫറെൻറ്റ് കുറച്ച് യൂണീക്ക് എന്നുള്ള രീതിയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് പീസ്. അപ്പോൾ ബൂട്ടിക് സ്റ്റൈലിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നവരാണെങ്കിൽ കലൂർ വന്നാൽ മതി. കലൂർ എറണാകുളത്താണ് കേട്ടോ. കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതും ആ ഒരു ജൂട്ടിൽ വരുന്നത്. അതിൽ ഇക്കത്തിൻ്റെ മോഡലായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിവിടെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്, കസവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിസൈനർ പീസായിട്ട് ബ്ലൗസ് കൊടുത്തു, അതിൽ പ്ലെയിൻ ആയിട്ടുള്ള സാരിയും കൊടുത്തിട്ട് അങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് മിക്സ് ആയിട്ട് കാണുമ്പോൾ ആർഭാടം തോന്നാൻ പാടില്ല അല്ലേ? സിമ്പിൾ ആവണം. എന്നാൽ അത് കാണുമ്പോൾ ഒരു ഭയങ്കര എല്ലാവരും ശ്രദ്ധിക്കുകയും വേണം. അതായിരിക്കും നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്.
ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് കാണിക്കാം, ഫുൾ നിവർത്തി കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് നേരം പോകും. പക്ഷേ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇത് നോക്കിയേ, ഇതും നിങ്ങൾ ചെയ്യിപ്പിച്ച വർക്ക്. അതെ അതെ, ഇനിയിപ്പോൾ ചോക്കേണ്ട കാര്യമില്ല, ഒക്കെ നമ്മൾ ചെയ്യിപ്പിച്ച വർക്ക് തന്നെയാണ് കേട്ടോ. അതിലൊരു മാറ്റമില്ല, ഒരു സംശയമില്ല. അതിനായിട്ട് സെപ്പറേറ്റ് യൂണിറ്റ് തന്നെ നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആണ്. ഇനിയിപ്പോൾ ഈ സാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബ്ലൗസും ഇവിടുന്ന് തയ്പ്പിച്ചത് തന്നെയാണ്. ഇനി ഞാൻ എന്തൊക്കെ ഇടുന്നത് ഇവിടുത്തെ വീഡിയോയിൽ ഒക്കെ ഇവിടെ തയ്പ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് നോക്കിയേ, നല്ല അടിപൊളി സിമ്പിളാണ് കാണുമ്പോൾ, പക്ഷേ ഭയങ്കര സോഫ്റ്റ് പ്യുവർ ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത്. അതും ഓർഗൻസയുടെ ബ്ലൗസ്, സ്ലീവിൽ ഈ പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൽ വേണോ ബാക്ക് സൈഡ് ബാക്കി വേണമെങ്കിൽ അത് ഞങ്ങൾ എക്സ്ട്രാ വേറെ അപ്പം പറഞ്ഞാൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കും. അപ്പം തന്നെ ഇത് ചെയ്ത് നമുക്കൊരു വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ എത്ര ദിവസം ഏകദേശം? ഇത് നോർമലി ഞാനൊരു 15 days ചോദിക്കും. ബിക്കോസ് അവർ പറയും, ഇപ്പം അവർ മെറ്റീരിയലായിട്ട് കൊണ്ട് തന്നിട്ട് ചെയ്യാൻ പറയുവാണെങ്കിൽ അതിൽ കുറവായിരിക്കും. പക്ഷേ നമ്മൾ അവരുടെ കളർ കോമ്പിനേഷനിൽ നമ്മളൊക്കെ എടുത്ത് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് തേടി നടന്നിട്ട് വേണം എനിക്കത് ചെയ്ത് കൊടുക്കുക. നമ്മൾ മെറ്റീരിയലൊക്കെ ആ കളറിൽ കിട്ടിയിട്ടൊക്കെ കോമ്പിനേഷൻ ഒക്കെ ആക്കി വരണമെങ്കിൽ ഇത്തിരി ടൈം. അതുകൊണ്ട് ഞാൻ നോർമലി ഒരു 15 days ഞാൻ പറയുന്നതായിരിക്കും അല്ലേ. ഇതൊക്കെ ഇവിടുത്തെ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ. കുറച്ച് ഇതിൽ ഫുൾ പ്രിന്റ് ആണ് പോയിരിക്കുന്നത്. ജോർജറ്റിൽ ഫുൾ ഓവറോൾ ഈ ഒരു പ്രിന്റ് പ്ലെയിൻ ആണ് ബ്ലൗസ് കൊടുത്തത്. ബ്ലൗസ് എന്ന് പറയുമ്പോൾ നോർമൽ ബ്ലൗസ് അല്ല കേട്ടോ. ഇപ്പൊ പ്ലെയിൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാൻ നോർമലാണ്. അതാ ഞാൻ പറയാം, സിൽക്ക് ബ്ലൗസ്. അതെ, നമുക്ക് കാണുമ്പോൾ ഇത് എന്ത് സിമ്പിളാണ്, പക്ഷെ അതല്ല, അത് പ്യുവറിലാണ് വരുന്നത്. അതും കൂടി ഒന്ന് ആലോചിക്കണം. അതേപോലെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കോട്ടൺ നെറ്റ്, അതിൽ നമുക്ക് കസവിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഇത് ഫുൾ ഓവറോൾ നമുക്ക് പ്രിൻ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് ഫുൾ ഓവറോൾ ബോഡി ഫുൾ ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ് ഓവറോൾ വന്നിരിക്കുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഇത് ഒരു ഭാഗം മാത്രമായിട്ടുള്ള ഇനിയും കാണാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇനിയും നമുക്ക് കളക്ഷൻസ് കാണിക്കേണ്ടത്. അപ്പുറത്തെ സൈഡ് ഒന്ന് നോക്കിയാലോ, അപ്പുറത്തെ സൈഡ് സാരി നോക്കാം. പിന്നെ മാഡം മൂക്കുത്തി കുത്തിയത് കൊണ്ട് എനിക്കൊരു ആഗ്രഹം കൊണ്ട് മൂക്കുത്തി കുത്തിയത്, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഊരി പോവുക. ഇതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി കളക്ഷൻസ് കാണിക്കാം. അപ്പോൾ അതവിടെ കിടക്കട്ടെ. അടുത്തൊരു വെറൈറ്റി ഓറഞ്ചിൽ, ഇത് ലിനൻ അല്ലേ? ലിനനിൽ ഫുൾ ആ ഒരു ജക്കാർഡിന്റെ വർക്കാണ് കേട്ടോ. ഫുൾ ബ്രോക്കേഡിന്റെ വലിയ വലിയ പ്യുവർ, അതിൽ ഫുൾ ലിനൻ ആണ് കേട്ടോ. പ്യുവർ ലിനനിലാണ് വരുന്നത്. അതിൽ കോൺട്രാസ്റ്റ് ആണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ വരുന്നത്. കണ്ട, ഹൈലൈറ്റ് ആണ് ഇത്. ശരിക്കും ദാമൻ്റെ പോർഷനിൽ അത് വരുന്നത്. ഇത് ശരിക്കും ആ ഒരു പാച്ച് വർക്ക് ഉടുത്തിട്ട് ആ ഒരു കറക്റ്റ് ആ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ. ഇത് ഇപ്പം ഇതെല്ലാം ഞങ്ങൾ കുറച്ചായിട്ട് ചെയ്തിട്ടുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ അതാ ലൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി. ഇപ്പം ആരെങ്കിലും വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഹെവി വർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ സാരിക്ക് വെയിറ്റ് കൂടും. പക്ഷേ അവർ റെഡി ആണെങ്കിൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കും. അതെ, വെയിറ്റ് ആയിട്ട്. വെയിറ്റ് ഉള്ളത് ഇടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ, വെയിറ്റ് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അങ്ങനെ. ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു. ഇത് ജസ്റ്റ് പ്ലെയിനാ, പക്ഷേ ഞങ്ങൾ അതിന് കംപ്ലീറ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു പൈപ്പിങ്ങിന്റെ ഡീറ്റെയിലിംഗ്, ഫുൾ പൈപ്പിങ്ങിന്റെ ഡീറ്റെയിലിംഗ് ഓവറോൾ. എന്നിട്ട് കംപ്ലീറ്റ് ശരിക്കും പ്യുവർ സിൽക്കിന്റെ ബ്ലൗസ് പ്യുവർ സിൽക്കാണ്. പ്യുവർ ഒരുവിധം മിക്കത് ഇവിടെ ഇങ്ങനെ പ്യുവർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ സെമിയിലൊക്കെ ആയിട്ട് വരും. ആ സെമി ആയാലും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും. പ്യുവർ എന്ന് പറയുമ്പോൾ പിന്നെ ക്വാളിറ്റീൻ്റെ കാര്യം പറയേ വേണ്ട, പക്ക അത് തന്നെയാണ് വരുന്നത്. ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇത് വേറെ വർക്ക് ഉള്ളതാ, ടിഷ്യൂല് അതിൽ ഫുൾ ഓവറോൾ നമുക്ക് ഇങ്ങനെ ഒരു എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നെറ്റിന്റെ നെറ്റഡ് ബ്ലൗസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ആർക്കാ ഇഷ്ടപ്പെടാത്ത അല്ലേ? ബ്ലാക്കിൽ ആ ഒരു ഗോൾഡിന്റെ വർക്ക് ഫുൾ ഓവറോൾ. സാരി വെറും പ്ലെയിൻ സാരി, വലിയ വർക്ക്, ഇങ്ങനത്തെ വർക്ക് മാത്രമേ. ഇത് ജസ്റ്റ് ഒരു ത്രെഡ് വർക്കും അതുപോലെ വെരി ലൈറ്റ് ഓൾസോ, ഭയങ്കര ലൈറ്റ് ആണ്. ത്രെഡ് വർക്കും അതുപോലെ ആ ഒരു സ്വീക്വൻസ് വർക്ക്. ഇതിന്റെ ഹെവിനെസ് ശരിക്കും അറിയുന്നതും ഗോഡിയായിട്ട് കാണുന്നത് അതിന്റെ ബ്ലൗസിന്റെ. അത് എന്ത് പ്രിറ്റി അല്ലേ കാണാനായിട്ട്. അതാ ഒരു ഗോൾഡും ബ്ലാക്കും കൂടി വരുമ്പോൾ. ഇതിൽ തന്നെ സിൽവറും ആണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യിപ്പിക്കാം കേട്ടോ. ഒക്കെ അതിൻ്റെതായിട്ടുള്ള വെറൈറ്റി. പിന്നെ വർക്ക് ഇത് ഫുൾ വീവിങ് ആണ് കേട്ടോ. ഈ കാണുന്നത് മൊത്തം വീവിങ്ങിൽ വരുന്നതാണ്. ഒക്കെ അതിൻ്റേതായിട്ടുള്ള യൂണിക്, അതിൻ്റേതായിട്ടുള്ള ഭംഗി അതിന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പീസും എടുത്തോ കാണിക്കാനുള്ളത് തന്നെയാണ്. ഇത് കണ്ടോ, ഇത് നല്ലൊരു 3D പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീലിങ്ങിലാണ് കേട്ടോ ഇത് വരുന്നത്. ഫുൾ വർക്ക് വരുന്നത് ഓവറോൾ. നമുക്ക് ആ ഒരു ദാമിൻ്റെ പോർഷനിൽ, അതുപോലെ തന്നെ നമുക്ക് അടിയിലത്തെ ഫ്ലീറ്റിൻ്റെ പോർഷനിൽ കേട്ടോ
ഫ്ലീറ്റിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. സെയിം ആ ഒരു വർക്കോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ നമുക്ക് നെറ്റിൽ ബ്ലൗസിൽ കൊടുത്തിരിക്കുന്നത്. അതായത് പിങ്കോ ഗ്രീനോ ബ്ലാക്കോ എങ്ങനെ വേണമെങ്കിലും മിക്സ് നെറ്റ്. ഇങ്ങനെ പറയുന്നതാണെങ്കിലും ഞങ്ങളുടെ ഇറ്റ് ഈസ് ജസ്റ്റ് പ്രൈസും ഇതിങ്ങനെയേ ഉള്ളൂ. അത് ബുട്ടിക്ക് ആയതുകൊണ്ട് തന്നെ ബുട്ടിക്കിൻ്റെതായിട്ടുള്ള പ്രൈസ് സിമ്പിളാണ് നമുക്ക്. അതെ, നമ്മൾ വലിയ വലിയ ഷോറൂമിലൊക്കെ പോയി മേടിക്കുന്നേക്കാളും എപ്പോൾ ആ സാരി തന്നെ ചിലപ്പോൾ ഒരു 5-10 ഉണ്ടാവും. അപ്പോൾ വേറെ പെണ്ണ് മേടിച്ചു കഴിഞ്ഞാൽ വേറെ ലേഡി അത് എടുത്തു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ യൂണിഫോം പോലെ അങ്ങനെ ആവാണ്ടിരിക്കണം. എന്തായാലും അതുണ്ടാവില്ല. എന്തായാലും ആ ഒരെണ്ണം ഒരു പീസായിട്ടേ കാണത്തുള്ളൂ. അത് ഒരെണ്ണം എന്ന് പറയുമ്പോൾ ഒരു പെണ്ണിന് ഒരു സാരി എന്ന് പറഞ്ഞിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്തായാലും മാറ്റം ഉണ്ടാവും കേട്ടോ അതിന്. ഇത് പാർട്ടി അല്ലെങ്കിൽ ഡെയിലി വെയർ ആണെങ്കിൽ പോലും യൂസ് ചെയ്യാം. ദിസ് ഇസ് 2000 റേഞ്ച് അത് വരുന്നത്. അത് ഇതിന് only 2000 rupees ഇട്ടാ വിത്ത് ബ്ലൗസ് എടുക്കാം. അതും 3D സ്റ്റൈലിലുള്ള ഫുൾ വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ സാരീസിൻ്റെ ഏകദേശം 1000 എബവ് 1000 മുതൽ അങ്ങോട്ടേ ഉള്ളൂ. ആൻഡ് മാക്സിമം പോയാൽ ഞങ്ങളൊരു എന്താ പറയുന്നത് 10,000 to 15,000 വരെ വന്നിട്ടേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും വെച്ചിട്ടില്ല. ഇനി അതിന് കൂടുതൽ ബഡ്ജറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ അതും നമ്മൾ ചെയ്തു തരും. അത് ബഡ്ജറ്റ് നിങ്ങളുടെ എന്താ ബഡ്ജറ്റ് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ ഇതും സിമ്പിളാണ് കാണുമ്പോൾ. ഇതൊക്കെ നോട്ട് ഓൺലി പാർട്ടി, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡെയിലി വെയർ ആണെങ്കിൽ പോലും യു ക്യാൻ വെയർ ദിസ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതെ. അപ്പോൾ ഒരു 15 ഇയേഴ്സിൻ്റെ ഒരു 15 അല്ല 11 ഇയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഉണ്ട്. പിന്നെ അവിടെ കുറേ പിങ്കും ബ്ലാക്ക് ആയിട്ട് കുറേ സാരീസ് കാണുന്നുണ്ട്. എന്തായാലും അതൊന്ന് നോക്കിയാൽ ഒരു കാര്യം ചെയ്താ അത് നമുക്ക് ഉടുത്തിട്ട് വന്നല്ലോ. നമുക്ക് രണ്ടുപേർക്കും അത് പിങ്ക് ഉടുത്തിട്ട് വരാം. ആ ഉടുത്ത് കാണുമ്പോൾ ഒരു ഭംഗി വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ സാരി ഒന്ന് മാറ്റിയിട്ട് വരട്ടെ. പിങ്ക് ബ്ലൗസ് ചേച്ചി എൻ്റെ തയ്യൽ ചേച്ചി അവിടെ പോയി ചേച്ചി കൊണ്ടൊന്ന് തയ്പ്പിച്ചിട്ട് വേണം അത് ഇടാനായിട്ട്. അപ്പോൾ ഒരു ബ്രേക്ക് ആ സാരി ഉടുത്തിട്ട് ഇപ്പോൾ വരാട്ടോ. എന്നെ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി തന്നു. നാടൻ വേണോ മോഡേൺ വേണോ ഏത് രീതിയിലുള്ള വേണമെങ്കിലും ഇവിടെ ആക്കി തരൂ അല്ലേ. അപ്പോൾ ഇപ്പോഴും ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഒരു ഓർഗൻസിൽ ഫുൾ വർക്ക് ഉള്ളതാണ്. ഈ ഓർഗൻസയിൽ ഫുൾ ത്രെഡ് വർക്ക്. വേറെ ഫുൾ ത്രെഡ് വർക്ക് സിമ്പിൾ. അതും ബേബി പിങ്ക് ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡ്. ഇതിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓർഗൻസിലാണ് ഇത് ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്ലൗസാണ് ഇതിൽ വേറെ ചെയ്തിരിക്കുന്നത്, കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ പിങ്കിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതും ഓർഗൻസ് തന്നെയാണ്. അത് ഓർഗൻസയാണ്. ഇത് വേറെയാണ് കംപ്ലീറ്റ്. ഇത് ബേബി പിങ്ക് തന്നെ, പക്ഷെ വർക്കുള്ള ഇതിൽ ബ്ലൗസിലാണ് ഫുൾ ഓവറോൾ നമുക്ക് ആ ഒരു ക്രോസ് സ്റ്റിച്ച് പോലെ കൊടുത്തിരിക്കുന്ന സീക്വൻസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് സാരിക്കും തന്നെ സെയിം ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതും പക്ക ഓർഗൻസ പ്യുവർ ഓർഗൻസിൽ വരുന്നതാണ് കേട്ടോ. ഇതാണ് മുന്താണി തോന്നുന്നുണ്ട് അല്ലേ. ഈ ഒരു പോർഷനാണ് മുന്താണി വരുന്നത്. പിങ്കിൽ ഇഷ്ടംപോലെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അത് ഒരു ഇച്ചിരിയും കൂടെ ദി വാണ്ട് ഇറ്റ് കവേർഡ് എന്ന് പറയുമ്പം ട്രാൻസ്പെറന്റ് ആവാതിരിക്കാൻ വേണ്ടി ഇത് ഞങ്ങൾ വേറൊരു ലെയർ വെച്ച് കൊടുക്കുന്നതാണ് അതിന്റെ മണ്ടയ്ക്ക്. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഈ ഒരു പോർഷൻ നമുക്കപ്പോൾ ഫിനിഷിങ്ങും കിട്ടും, എന്നാൽ വൃത്തികേട് ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സാരീസ് വേണം അതും ചെയ്ത് കൊടുക്കും. അകത്ത് വേറെ ലെയർ വെച്ച് കൊടുക്കും. അപ്പോൾ സോ ചിലർക്ക് ഭയങ്കര കോൺഷ്യസ് ആണ്, ദേ ഡോണ്ട് വാണ്ട് ട്രാൻസ്പെറന്റ്. ഓക്കെ. അപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഓർഗൻസ ആണെങ്കിൽ ഇതിലും ചെറുതായിട്ടൊരു ട്രാൻസ്പെറന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് 1 ഫ്ലീറ്റും കൂടി ഇട്ടിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും 1 ലെയർ ആയിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അപ്പോൾ ഉള്ളിൽ പറഞ്ഞാൽ ഞങ്ങൾ ഉള്ളിൽ വേറെ ഒരു ലെയർ ആയിട്ട് അവിടെ വേറെ വരും. അത് അറിയത്തുപോലും ഇല്ല, പക്ഷെ ഇറ്റ് വിൽ കം. എന്നാൽ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടുന്നതായിരിക്കും. അതേപോലെ തന്നെ പിങ്കിൽ തന്നെ ഇതും ഓർഗൻസയാണ്, വേറെ ഫുൾ തയ്യലുള്ളത്. ഇതും ഓർഗൻസയിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഓവറോൾ ഇത് ഫുൾ ഹാൻഡ് വർക്കിൽ ചെയ്തിട്ടുള്ളതാണ്. ഈ കാണുന്നത് മൊത്തം ഹാൻഡ് വർക്കാണ്, എംബ്രോയ്ഡറി വർക്ക് അല്ല, കൈകൊണ്ട് ചെയ്തെടുക്കണ വർക്കാണ്. കണ്ടോ, ആ ഗ്രീൻ കളർ ഫുൾ കൈകൊണ്ട് ചെയ്തിട്ട് പിന്നെ എംബ്രോയ്ഡറി വർക്ക് രണ്ടും കൂടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഓവറോൾ പിങ്കിൽ തന്നെ നല്ല കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇത് സിമ്പിളാണ് പക്ഷേ എലിഗൻ്റാണ്. കണ്ടോ, ഫുൾ ഓവറോൾ നല്ലൊരു കോൺട്രാസ്റ്റ് ആണല്ലോ കൊടുത്തിരിക്കുന്നത്. പിങ്ക് ആൻഡ് ഗ്രേ. നല്ല രസമുണ്ട്. അതും ഫുൾ ഹാൻഡ് വർക്ക്, ബീഡ് വർക്ക്, കട്ട് ബീഡ് വർക്ക് എല്ലാം കൂടിയിട്ടായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. പിന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് കേട്ടോ ഇത് വരുന്നത്. അങ്ങനെ പിങ്കിൽ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യണോ, അതിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. റെഡ് വേണോ, അതിൽ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇനി മാം വെയർ ചെയ്തിരിക്കണമെന്ന് നോക്കിയാലോ. അതും നമുക്ക് ഫുൾ ഹാൻഡ് വർക്ക് ആണല്ലോ വന്നിരിക്കുന്നത്. ഹാൻഡ് വർക്ക് ഇതാ അത് ദാമനിലും. അതെ,
ഇവിടെ ഫസ്റ്റ് പ്ലീറ്റ് വരുന്നിടത്ത് വരാനുള്ളതും പിന്നെ ഇവിടെ താഴെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ചെസ്റ്റിന്റെ പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെസ്റ്റിന്റെ പോർഷൻ ചെയ്ത് കൊടുക്കും. അപ്പൊ എങ്ങനെ ഏത് മോഡൽ വേണമെങ്കിലും നമ്മൾ റെഡിയാണ്. പിന്നെ ഞാൻ കേട്ടു ഇവിടെ എല്ലാം സ്റ്റേജിലത്തെ സാരി കിട്ടും. ഉണ്ട്. ഇത് മാത്രമല്ല, സാരീസിന്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഇത് ഈ സാരീസ് ഒക്കെ എന്ന് പറയുമ്പോൾ ഇത് കോട്ട വർക്ക് ചെയ്തതാ. ഇത് തയ്യലുള്ള കോട്ട സാരീസ് ആണ്. ഓക്കെ. ഇതിൽ ആപ്ലിക് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതാ ഫുൾ ത്രെഡ് വർക്കിൽ, അതുപോലെ ബാട്ടിക്കിന്റെ പ്രിന്റ്, കോട്ടയിൽ തന്നെ വന്നിരിക്കുന്ന ഡിഫറെന്റ് വെറൈറ്റീസ് ആണ്. വേറെ ഇത് കുറച്ചുകൂടെ സിമ്പിൾ, പക്ഷെ അതിലും ഫുൾ തയ്യലാണ്. അതെ, ഇതാ ഫുൾ എംബ്രോയിഡറിയുടെ വർക്ക് കയറിയിട്ടുണ്ട്. ഓവറോൾ സാരീസിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ. ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത്. ഇത് ഗ്രേയിൽ വെറും സിമ്പിൾ തയ്യൽ, പക്ഷെ അതപ്പം വെറും സിമ്പിൾ തോന്നിയതിന് ഞങ്ങൾ വേറെ ഒരു ബോർഡർ കൊടുത്തു അതിന്. ഓക്കെ. ഒക്കെ എന്തെങ്കിലുമൊക്കെ ഹൈലൈറ്റ് ഒക്കെ ഉണ്ടാവില്ല, ഒന്നിനൊന്നും വെച്ചെന്ന് പറയാതാ. ഇതാണ് ഫുൾ ഓവറോൾ വന്നിരിക്കുന്ന വർക്ക്. അപ്പോൾ ഞങ്ങളിത് ഓരോരോ സാരീസ് എടുത്ത് കാണിക്കുക, ഫുൾ നിവർത്തി കാണിക്കാന്ന് വെച്ചാൽ ഇത് യൂണിക്കാണ്. ആ മേടിക്കുന്ന ആൾ മാത്രം ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്കും കാണണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വരിക, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുക അല്ലേ. ഫുൾ കണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വേറെ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി പോയില്ലേ, അങ്ങനെ. അപ്പോൾ ഇത് ടിഷ്യൂ, കോട്ട ടിഷ്യൂ ആണ്. അത് കോട്ട ടിഷ്യൂല് അതിലും ആ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഓവറോൾ ആ ഒരു വൈറ്റ് ഇതിൽ ചെറുതായിട്ടൊരു ഷൈനിങ് മെറ്റീരിയലും കൂടിയാണ് അത് വരുന്നത്. പിന്നെ ഇതിലും ആ ഒരു എംബ്രോയിഡറിയുടെ വർക്കാണ് കേട്ടോ. ഇത് ഫുൾ വർക്ക് വന്നിരിക്കുന്നത് സെയിം സിമ്പിൾ ആണ്. ഒരു ചെറിയൊരു സിമ്പിൾ ആണ്. ഇതിലൊക്കെ ബ്ലൗസ് ഒക്കെ ശരിക്കും ഇതിന്റെ കൂടെ ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ അകത്തുണ്ട് ബ്ലൗസ് ആണ്. ഇതൊക്കെ ഞങ്ങൾ വേറെ ചെയ്തിട്ടില്ല, കോൺട്രാസ്റ്റ് ആക്കിയിട്ടില്ല. അങ്ങനെ തന്നെ അത് തന്നെ വേണമെന്ന് പറയുന്നവർക്കാണെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കും അത്. ഓക്കെ. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള അടുത്തൊരു, ഇത് ഒത്തിരി സിമ്പിൾ ആണെന്ന് ഒത്തിരി പേര് പറഞ്ഞതിനാണ് ഞങ്ങൾ പിന്നെ അതിന് കുറെ അറ്റത്ത് ലേസ് ഒക്കെ വെച്ച് കുറച്ചുകൂടെ ഒരു ഗോഡി ആക്കാൻ വേണ്ടി നോക്കിയത്. ഓക്കെ. അപ്പൊ ഇത് ഭയങ്കര സോഫ്റ്റ് കോട്ടയിലാണ് വരുന്നത്. അതിൽ സൈഡിൽ ഇങ്ങനെ ലേസ് വർക്കും ഓവറോൾ ബോഡി ഫുൾ ഈ ഒരു ത്രെഡ് വർക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഓവറോൾ ഇത് ടോൺ ടു ടോൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സട്ടിലായിട്ട് നിൽക്കും. അതുപോലെ ആ ഒരു അടിയിലത്തെ പോർഷനിലും ഫുൾ ഈ ഒരു വർക്ക് കയറിയിട്ടുണ്ട്. ഫുള്ള് വരും. അതെ, കാണാവുന്ന ഇത് അടിയിലത്തെ ഫുൾ പോർഷനിൽ ഇത്രയും ബോർഡർ എന്ന് വെച്ചാൽ ബോർഡറിന്റെ വീതിയാണ് ഈ കാണുന്നത്. ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക്. പിന്നെ വരുന്നത് നല്ലൊരു വേറെ ഒരു ബേബി പിങ്ക്. ഞാൻ കൊടുത്തിരിക്കുന്നത് ഓർഗൻസ. ഇതാണ് ഇത് നെറ്റ് അല്ല, കോട്ട ഓ സൂപ്പർ നെറ്റ് അല്ലെങ്കിൽ കോട്ട നെറ്റ് എന്നൊക്കെ പറയാം. അതിൽ ഫുൾ എംബ്രോയിഡറിയുടെ വർക്കാണ് കയറിയിരിക്കുന്നത് കേട്ടോ. അതും ട്രാൻസ്പെറൻറ്റ് ആണ്. എന്നാൽ ട്രാൻസ്പെറൻറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത്രയും ഭാഗം ഞങ്ങൾ വേറെ ലൈനിങ് പോലത്തെ ചെയ്തു തരും. എന്നാൽ നമുക്ക് സാരി അത് വേണം, ഉടുക്കും വേണം, അങ്ങനെ ഞാൻ സ്പെസിഫിക്കലി 2-3 കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ ചെയ്ത്. പിന്നെ അത് തന്നെ കേട്ടോ, ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാരീസ് ഏതൊക്കെ നമ്മൾ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ അതും സാരി ഉടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ റെഡി ടു വെയർ സാരീസ് ഉണ്ട്. അതും ചെയ്തു തരും. ഈ നേരെ ഇപ്പം ആരെങ്കിലും വന്ന് ഈ സാരി എടുത്ത് ദേ ഡോണ്ട് നോ ഹൗ ടു വെയർ ദ സാരി, ഞങ്ങൾക്ക് 1 day ടൈം തന്നാൽ മതി. വി വിൽ മേക്ക് ഇറ്റ് ഇൻ ടു റെഡി ടു വെയർ സാരി. അപ്പോൾ ഇവിടുന്ന് ഇഷ്ടമുള്ള ഏത് സാരി വേണമെങ്കിലും നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. അപ്പോൾ ആ സാരി പിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് ഉടുക്കാൻ പറ്റില്ല, നമുക്ക് കുറച്ച് ടൈം കൂടുതൽ പോകും, അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് ഒരു റെഡി ടു വെയർ ആക്കി തരും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഇവിടെ ഓൾറെഡി റെഡി ടു വെയർ ആക്കി വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ പിക്ക് ചെയ്യണം, അത് നിങ്ങൾക്ക് റെഡി ടു വെയർ ആക്കി തരും. അതാണ് ഒരു പ്രത്യേകത. പിന്നെ ഇതൊരു നല്ലൊരു ചീക്കു ഷെയ്ഡ്. അതെ, അതില് വർക്കാണ്. ഇത് ഫുൾ വർക്ക്. അതുപോലെ കസുവിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ശരിക്കും ഇത് തുറന്നാലാണ് ശരിക്കും അതിൻ്റെ ഭംഗി കാണുള്ളൂ. പക്ഷെ ഞങ്ങൾ തുറന്ന് കാണിക്കുന്നില്ല, കാരണം ഒരു പീസ് ഒരാൾക്ക് മാത്രം മതി അല്ലേ. അതെ, കാരണം കുറേ ഉണ്ട് കാണിക്കാനായിട്ട്. അതും ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് അടുത്തതൊരു സൂപ്പർ, ഇതൊരു നെറ്റിൽ തന്നെ ഫുൾ എംബ്രോയിഡറിയുടെ വർക്ക്, ഓവറോൾ ത്രെഡ് വർക്ക്, അതുപോലെ തന്നെ കസുവിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഇതേ സെയിം കളറിൽ തന്നെ നമുക്ക് ടോൺ ടു ടോൺ വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് ചൂസ് ചെയ്യാം. അല്ല ഡിഫറെൻ്റ് ഒരു കോൺട്രാസ്റ്റ് പോലെ ഒരു ത്രെഡ് വർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചൂസ് ചെയ്യാം. പക്ഷെ സെയിം കളർ അങ്ങനെ ഒരു എന്ന് വെച്ചാൽ കളറിൽ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് ആപ്ലിക് വർക്ക് വിത്ത് സ്കാലപ്പ്. യെസ്, എന്താ ഇത് പഴയ മനുഷ്യർക്ക് ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ആയിരുന്നു ഈ സ്കാലപ്പ് വർക്ക് എന്ന് പറയുന്നത്. അത് ഞങ്ങളൊന്ന് ഇപ്പം പിന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. സ്കാലപ്പ് വർക്ക് ഇപ്പോൾ ഇത്തിരി കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് ദുപ്പട്ട ആയാലും സാരീസിലായാലും എല്ലാത്തിലും ഇപ്പോൾ ഇത്തിരി കൂടുതൽ മൂവി. അതും ഫുൾ ഇടയ്ക്ക് കംപ്ലീറ്റ് നിന്ന് പോയായിരുന്നു. അതെ,
ഇപ്പം ഇത്തിരി കൂടുതലാട്ടോ സ്കാലപ്പിൽ. അപ്പം ഇതുപോലെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് നോക്കി, ഇതും ഒരു കസവും ത്രെഡ് വർക്കും എല്ലാം കൂടിയിട്ടുള്ള നല്ലൊരു ആഹാ, തുറന്നപ്പോഴാണ് ഇതിൻ്റെ ബോർഡർ കാണുന്നത്. എന്ത് രസം നോക്കുക. ഓവറോൾ ഇതേ തന്നെയാണ് കേട്ടോ വർക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഭയങ്കര സോഫ്റ്റ് ആണ്. അതെ, ഇത് ഫുൾ ടെമ്പിൾ വർക്ക്. അത് 1 ലെയർ അല്ല, 2 ലെയർ ആയിട്ടാണ് ടെമ്പിൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ വെച്ച് കാണുമ്പോൾ ഒരു ഭംഗിയില്ലേ, കളറും നല്ല ഭംഗിയുള്ള കളറാണ്. അപ്പൊ ഇവിടെയും സാരീസ് ഇരിക്കുന്നുണ്ടല്ലോ. സാരീസിന് ഒട്ടും കുറവില്ല. ഇതൊക്കെ നല്ല സോഫ്റ്റ്. ഇത് ശരിക്കും സിൽക്കാണ്. ഇതൊരു ടൈപ്പ് ഓഫ് കർണാടക സിൽക്ക്. കർണാടക സിൽക്ക്. ഞാൻ പറഞ്ഞത് വെറുതെ ഇല്ല, എല്ലാ സ്റ്റേറ്റിലത്തെ സാരി കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ആ സാരികളൊക്കെ ഇവിടെ കിട്ടും. എന്തായാലും ഓരോന്നൊന്നും എടുത്ത് കാണിക്കും. ഇത് ശരിക്കും അതാണ് നല്ല. ഈ സിൽക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഇറ്റ്സ് വെരി ലോങ് ലാസ്റ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നല്ല ഹെവിയായി സിൽക്ക്. സിൽക്കിൽ എന്നാൽ ലൈറ്റ് വെയിറ്റ് ആണ് കാണുമ്പോൾ, പക്ഷേ ബ്ലൗസ് വേറെ, ഇത് സാരി ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഇത് വെയർ ചെയ്യാനായിട്ട്. അപ്പൊ ഇതില് കോൺട്രാസ്റ്റ് ഒന്നും കൊടുത്തില്ല, സിമ്പിൾ. പക്ഷെ ഉടുക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ഒക്കെ, നല്ല ഒതുങ്ങിയിരിക്കും. അത് പിടിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതും അതുപോലൊക്കെ തന്നെ ഏകദേശം സിൽക്കിന്റെ വേറെ പ്രിന്റഡ്, വേറെ കംപ്ലീറ്റ് കളർ കോമ്പിനേഷൻ, ഒരു കോൺട്രാസ്റ്റ്. ഇതിന്റെ എല്ലാം കൊണ്ടുവന്നിട്ട് ബ്ലൗസ് ഞങ്ങൾ തന്നെ ചെയ്യുവാണത് സെപ്പറേറ്റ് ആയിട്ട്. അതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മൈലാഞ്ചിയുടെ ഹൈലൈറ്റ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും, യൂണിക് ആയിരിക്കും. ഒരു സ്ഥലത്ത് ഇതിന്റെ തന്നെ ആയ ബ്ലൗസ് എടുക്കുമ്പോൾ അതിന്റെ ഒരു ശരി, അത് ഒരു കോമൺ ഒരു ഫീലിംഗ് ആണ്. സോ അതിനെ കോൺട്രാസ്റ്റ് ആയിട്ട് ഞങ്ങൾ തന്നെ വേറെ ടൈപ്പ് ഡിസൈൻ ചെയ്ത് എന്തെങ്കിലും സിമ്പിൾ ആയിട്ടാണെങ്കിലും വേറെ ബ്ലൗസ് ഉണ്ടാക്കും. ഇതിൽ തന്നെ സെൽഫ് ഡിസൈനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബ്ലൗസിൽ തന്നെ നമ്മൾ സെൽഫ് ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലെയിൻ വേണമെന്ന് പറയണ അതൊക്കെ നമ്മുടെ ചോയ്സ് ആണ്, എങ്ങനെ വേണമെങ്കിലും. അടുത്ത ഒരു കളക്ഷനും കൂടി നല്ലൊരു, ഇതും കർണാടക സ്റ്റൈൽ അല്ലല്ല, ഇത് ജസ്റ്റ് ഷിഫോൺ ആണ്. ആൻഡ് ഞങ്ങൾ ഇതാ കൊടുത്തേക്കുന്നത്, ഇതിന് ജൂട്ടാണ് ബ്ലൗസ്. ജൂട്ടിന് അത് നല്ലൊരു പ്യുവർ ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഒക്കെ പ്യുവറിലാണ് മെയിൻ ആയിട്ട് ഉള്ളത്. ഇതില്ല കൂടുതൽ സെമിയിലൊക്കെ റയർ പീസുകളുള്ളൂ, പക്ഷെ ഒക്കെ ഇവിടെ ബൂട്ടിക് എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ചിന്തിച്ചു. പിന്നെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഉണ്ട്, കുർത്തീസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ നോക്കിയാൽ അടുത്ത വെറൈറ്റി ഒന്നും വെറൈറ്റീസിന്റെ കുറവൊന്നുമില്ല, പക്ഷെ എന്താണ് എടുത്ത് കാണിക്കേണ്ടതെന്നുള്ളതാണ്. എല്ലാം കാണിക്കാനുള്ളതാ. ഓക്കെ, അടുത്തത് ഒരു ഫുൾ ഒരു എന്താ ബാട്ടിക് സ്റ്റൈലും അതുപോലെ തന്നെ സംഗനീര സ്റ്റൈലിലുള്ള ഒരു പ്രിന്റൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ സമോസ ലേസിന്റെ ഡീറ്റെയിലിംഗ് എൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി. ഇതിൽ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ടെസൽസ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ടെസൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ് വരുന്നത്. പിന്നെ വരുന്ന ഐറ്റം എന്ന് പറയുമ്പോൾ ബ്ലാക്ക്. ഇത് നല്ല ഹെവിയാണ്, വർക്ക് കാരണം തന്നെ നല്ല ഹെവിയാണ് ഈ സാരിക്ക്. അത് ഫുൾ ബോർഡർ ഫുൾ ബോർഡറിൽ ഭാഗം. അപ്പൊ ഇതിന്റെ ഈ പോർഷനിൽ ദാമൻ പോർഷനിൽ സിമ്പിൾ ആയിട്ട് എന്നുവെച്ചാൽ ഓവറോൾ ബ്ലാക്ക്, അതിൽ അടിയിലത്തെ ആ ഒരു ബോർഡർ പോർഷൻ വർക്ക് തന്നെ ഹെവി ആയതുകൊണ്ടാണ് അത്രയും ബാക്കി കൊടുക്കത്ത. അതിൽ ബ്ലൗസ് നോക്കിയ ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ട് കൊടുത്തിരിക്കണ ഒരു റോ സിൽക്കിന്റെ ബ്ലൗസാണ് കൊടുത്തിരിക്കുന്നത്. അതും ഒറിജിനൽ, അതും ഡബിൾ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇനി ഈ ഒരു സൈഡിലത്തെ സാരി ഇഷ്ടംപോലെ ഉണ്ട്. അവിടെയും സാരീസ് ഉണ്ട്. വരൂ, ഈ സൈഡ് ഫുൾ നമ്മുടെ സാരീസിന്റെ ഒരു സെക്ഷനാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ ഇതും സിൽക്കിന്റെ ഫുൾ സിൽക്ക് സാരീസ് തന്നെയാണ്, നല്ല ഹെവി സിൽക്ക് സാരീസ് ആണ് ഇതൊക്കെ. ഫുൾ കർണാടക സ്റ്റൈൽ. ഒന്ന് എടുത്ത് കാണിച്ചു. ഫുൾ കർണാടക സ്റ്റൈലിന്റെ സിൽക്ക് എന്നൊക്കെ. ഇതൊക്കെ പണ്ടത്തെ പോൾക്കാ ഡോട്ട് കേട്ടോ. അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പോൾക്കാ ഡോട്ടിന്റെ, അതും കർണാടക സ്റ്റൈലില്, കർണാടക സിൽക്കിലാട്ടോ ഇത് വരുന്നത്. ഇത് എല്ലാതും ഒന്നിലൊന്ന് ഡിഫറെന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒക്കെ റേറ്റ് ഇതിന്റെ ഒരു 4000. നോ അത്രയ്ക്കൊന്നും വരില്ല. 3,000 ഉള്ളിൽ. ഞാൻ 4,000 ഒക്കെ പ്രതീക്ഷ. കാരണം കർണാടക സിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ അതും പ്യുവറിൽ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അത്രയ്ക്ക് റേറ്റ് ഒന്നും ഇല്ലാണ്. അപ്പോൾ അഫോർഡബിൾ റേഞ്ച് ആണ്. ജസ്റ്റ് 3,000 റുപ്പീസ് ആണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത്. വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത്. ഇതിൽ തന്നെ കർണാടക സിൽക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ല ഓവറോൾ നല്ല അടിപൊളി ഷെയ്ഡ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ. ഇതിന് ഞങ്ങളൊരു വേറെ ഒരു ചെറിയായിട്ടൊരു കോൺട്രാസ്റ്റ് ഒരു ബ്ലൗസ് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ബിക്കോസ് ഇതേലെ പിങ്ക് വെച്ചാണ് ഇതിന് കൊടുത്തത്.
പിന്നെ ആ സെയിം ആ ഒരു മാങ്ങര പോലത്തെ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിട്ട് ഒരു കാണുമ്പോ തന്നെ അത് ഒരു ഡിഫറെന്റും കൂടി ആവും ചെയ്തു. ആ ഒരു പക്ഷേ ഇപ്പൊ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് വേറെ ബ്ലൗസ് ഞങ്ങൾ സിമ്പിൾ ആയിട്ടുള്ളത് ചെയ്തു മാറ്റി തരും. ഇതിപ്പോ ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചു സെറ്റ് ചെയ്തെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കുറച്ച് ഇങ്ങനെ പിന്നെ ഇതൊക്കെ നമുക്ക് എന്താ പറയാ ഇതൊക്കെ ഒഴുകി കിടക്കുന്ന സാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. രാവിലെ കൊടുത്താൽ വൈകുന്നേരം വരെ അങ്ങനെ കിടക്കുകയും ചെയ്യും. അല്ല റെഡി ടു വെയർ ആക്കാലോ. പിന്നെ പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രാത്രിയാ 2 ദിവസം വേണമെങ്കിലും 2 ദിവസം എടുത്ത 24 മണിക്കൂർ അത് കഴിഞ്ഞ് ഊരിക്കോളോ. ആഹാ നല്ല വെറൈറ്റി ആണ്. ഷെയ്ഡ് പോലെ അത് താഴോട്ട് ഡബിൾ ഷെയ്ഡാണ് ഈ ഒരു ബോർഡർ. അതുപോലെ വൺ സൈഡ് ഇത്ര ബോർഡർ കുറവും വീതിയും കൂടിയിട്ട് അങ്ങനെ 2 സൈഡായിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു കളറും അടിപൊളി കളറാണ്. നല്ല ഡിഫറെന്റ് ഒരു കളർ. ഓ ഇത് എന്താ ലൈക്ക് ഒരു സീ പോലെ ഫുൾ ഇത് ഇവിടുത്തെ ബിൽഡിംഗ് ആണ് മൊത്തം സാരിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല വെറൈറ്റി ഉണ്ട്. ഇതെന്തായാലും ഊരാണ്ട് പറ്റില്ല. അത്രയും വെറൈറ്റി പീസാണ് ഇത് വരുന്നത്. ഞാനിത് ഫുള്ളൊന്ന് നിവർത്തിക്കോട്ടെ. ഇതൊരു റയർ പീസാണ്, കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാം ബിൽഡിങ് നമ്മുടെ സാരി മിൽക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും വള്ളയറായിട്ട് ഇട്ടാൽ അതിൻ്റെ ഒരു ഭംഗി കാണുള്ളൂ. ഫ്ലീറ്റ് ആയിട്ട് ഇട്ടാൽ ഭംഗി പോയി. അതും നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. ഇതിലപ്പോൾ ബ്ലൗസ് എന്ത് കൊടുക്കും? ഇതിൻ്റെ ബ്ലൗസ് അവർ പറഞ്ഞ അവർക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ആക്കി കൊടുക്കാം. നല്ലൊരു റയർ പീസ് അല്ലേ ഇത്? മൈലാഞ്ചിയിൽ മാത്രമേ കിട്ടുള്ളൂ സത്യം. ഇപ്പൊ ഇത്ര സ്റ്റേറ്റ് ഇത്ര കടയിലേക്കൊക്കെ പോയി ഇതുപോലത്തെ ഒരു പാറ്റേൺ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അടിപൊളി ഒരു സാരി ആയിട്ടുണ്ട്. ഇത് സൈഡിലൊരു ലേസ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും എത്ര ബിൽഡിങ്ങാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കണേ. സൂപ്പർ. അങ്ങനത്തെ വെറൈറ്റീസ് ആണല്ലോ മൊത്തം ഇരിക്കുന്നത്. ഇത് പ്യുവർ ജോർജറ്റിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇതുപോലെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഞാൻ ചുക്കി ചുളിഞ്ഞ് സോറി. ഇത് എന്തായാലും നമുക്ക് മടക്കാം പിന്നെ ഇത് കഴിഞ്ഞിട്ട്. ഇത് നോക്കാം നമുക്ക്. ഇത് ഡബിൾ ഷെയ്ഡാണ്. ആഹാ ഇത് ആ ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക്, അതുപോലെ വയലറ്റ് ഷെയ്ഡ്. പിങ്ക് അല്ല ശരിക്കും ഒരു ലെവൻഡർ ഷെയ്ഡ്. ലെവൻഡർ ഷെയ്ഡാണ് കേട്ടോ, പിങ്ക് അല്ല. പക്ഷെ ഭയങ്കര സോഫ്റ്റ് ലൈറ്റ് വെയിറ്റ് മെറ്റീരിയലാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ യെല്ലോ, മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡ്. എന്താ രസമല്ല കാണാനായിട്ട്. ഇതിൻ്റെ ഓവറോൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതുപോലെ വെറൈറ്റീസ് ഇഷ്ടം പോലെ. ഇതൊക്കെ ശരിക്കും ആ ബ്ലൗസിന് മാച്ച് ആവോ ഇപ്പം ഇട്ടിരിക്കുന്ന ബ്ലൗസിന്? എനിക്കോ? ഇല്ല അല്ലേ? ഇല്ല വേറെ വേണ്ടി വരും. എന്തായാലും ഞാനൊന്ന് ഇടിപ്പിക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ അത് ബ്ലൗസ് സെറ്റ് ആവണില്ലേ. ഞങ്ങൾ ആകെ ഒരു ബ്ലൗസും കൈപ്പിടിച്ചിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ സെറ്റ് ആവും? പക്ഷെ ഇത് ഡിഫറെൻ്റ് ആണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ലുക്ക്. അത് ഉടുത്ത് വരുമ്പോൾ അതെ ഫുൾ ഇങ്ങനെ ഉടുത്ത് ഫ്ലീറ്റ് ഒക്കെ ഇട്ടപ്പോൾ തന്നെ എന്തൊരു സുഖം. ആ ഒരു കൂളിങ്, ആ ഒരു പ്യുവറിൻ്റെ ഒരു എഫക്റ്റ് ഇല്ലേ അത് കിട്ടി എനിക്ക്. ഒക്കെ പ്യുവർ കർണാടക സ്റ്റൈലിലാണ്. ഇനി കുറച്ച് നമുക്ക് കേരള സാരിയൊക്കെ ഇരിക്കില്ല. അപ്പോൾ അതൊന്നും കാണിക്കണ്ടേ നമുക്ക്? അതും കാണിക്കണം. അതുപോലെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഇതൊക്കെ നമുക്ക് കാണാൻ കിടക്കണ്ട. അപ്പം ഞാൻ കേരള സാരി ഉടുത്തിട്ട് വരാം. ഈ ബ്ലൗസ് തന്നെ മതി. എന്തായാലും ഉടുപ്പിച്ചിട്ടുള്ള കാര്യമുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് മാറിയിട്ട് വരാം. എന്തായാലും മോഡലിൽ നിന്ന് ഇനി ഒരു നാടൻ സ്റ്റൈലിലേക്ക് നമുക്ക് വരാം. അപ്പോൾ സാരീസ്, ധാവണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ പോയിട്ട് വരാം. ഈ മൈലാഞ്ചിനെ കൊണ്ട് ഞാൻ തോറ്റു. മൊത്തത്തിൽ അങ്ങോട്ട് വീണ്ടും മാറ്റി തന്നു തന്നെ. ഫുൾ ഇപ്പം ട്രഡീഷണൽ ഒരു കേരള ട്രഡീഷണൽ ലുക്ക്. എന്ത് രസമല്ലേ ഞങ്ങൾ രണ്ടാള്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ബ്ലൗസ് വെച്ചിട്ട് എത്ര സാരി ഇപ്പിട്ട് അല്ലേ മിക്സ് മാച്ച് ആയിട്ട്. ഇപ്പൊ ഇതാകുമ്പോൾ ഫുൾ നമുക്ക് ടിഷ്യൂല് ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ അതുപോലെ ടെസൽസിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനും ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ എന്റെ ബ്ലൗസുമായിട്ട് ഫുൾ ചേരുന്ന ടൈപ്പ്. ഫുൾ മാച്ചിങ് ആണ്. ഒരു ബ്ലൗസ് കൊണ്ട് എന്തൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇനി ഞാൻ വെയർ ചെയ്ത സാരി എന്ന് പറയുമ്പോൾ ടിഷ്യൂല് ഫുൾ ലൈൻസ് ഉള്ളതാണ്. അത് ഫുൾ സാരി, അതും പിങ്ക്, നല്ലൊരു പിങ്ക് ഷെയ്ഡ്. ബോർഡർ പോലും ആ പിങ്ക് ബോർഡറാണ്, പിങ്ക് ടിഷ്യൂലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൂപ്പറായിട്ടുള്ള ഒരു മുന്താണിയിൽ വരുമ്പോൾ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പിങ്ക് സ്റ്റൈല്. പിന്നെ ഒരു ചെറിയൊരു കസവിൻ്റെ ഡീറ്റെയിലിംഗ്. പിന്നെ ടിഷ്യൂ ആകുമ്പോൾ ഒരു തിളക്കൊക്കെ ഉണ്ട്. പിന്നെ ഈ ബ്ലൗസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു ഡിസൈനും ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ മാച്ച്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അതിന് മാച്ചായി പോകില്ല. വേണമെന്ന് വെച്ചാൽ ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ വെറൈറ്റീസ് ഒന്ന് നോക്കിയാലോ നമുക്ക്. അപ്പോൾ ഇപ്പോഴത്തെ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒക്കെ ഇരിക്കുന്നത് മൊത്തം നമുക്ക് സാരീസും സെറ്റ് മുണ്ട് രണ്ടും ഉണ്ടോ? മെയിൻ സാരീസ്, സെറ്റ് മുണ്ട് ഇല്ല. ഓക്കെ ഇത് അടിപൊളിയാണല്ലോ. വാവ്, ഇതിപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫുൾ ടെമ്പിൾ വർക്ക് ഉള്ളതാണ്. അതില് കസവും ടെമ്പിൾ വർക്കാണ്. ഫുൾ ടിഷ്യൂയെ തന്നെയാണ്, പക്ഷേ ടെമ്പിൾ വർക്ക് ഉള്ളതാണ്. അതിൽ മാങ്ങര ഡിസൈൻ ഇവിടെ വേറെ കഷവുമായിട്ട്. ഓക്കെ ഇതാ ഓവറോൾ
ഇതാണ് ശരിക്കും മുന്താണി വരുന്ന പോർഷൻ കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ വലിയ വലിയ ടെമ്പിളുടെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് ബ്ലൗസ് ഉണ്ടെങ്കിലും ഇത് സാരി മാച്ചായി പോകുന്ന വിധത്തിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ട്, ഓണത്തിൻ്റെ ഓഫർ നടക്കുന്നുണ്ട്. ഓണത്തിന് എന്താണ് ഓഫർ കൊടുക്കണേ? എന്തെങ്കിലും ഓഫർ ഉണ്ടോ? എന്തായാലും വിളിച്ച് ചോദിച്ചാൽ മതി. എന്തായാലും ഓഫർ ഉണ്ട് കേട്ടോ, അവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന പായ ഡിസൈനിൽ തന്നെ ടിഷ്യൂല് വരുന്ന ഒരു കോൺസെപ്റ്റാണ് കേട്ടോ. ഇതാ ഇത് ഫുൾ എല്ലാവർക്കും ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ആ ബ്ലാക്കിൽ ഒരു ഇത് ടിഷ്യൂ വരുന്നത് പായര വീവിങ് ആണ് ചെയ്തിരിക്കുന്നത്. അല്ല ഇപ്പൊ സാരി മാത്രമേ ഉള്ളൂ, അപ്പൊ ആണുങ്ങൾക്ക് അപ്പം മുണ്ട് ചോദിച്ചു വരുന്നുണ്ട്. ഇതിന് കോമ്പിനേഷനായിട്ട് അവർ ചോദിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പം മാച്ചിങ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇത് ബ്ലാക്ക് അതിന് വേണ്ടി ചേർന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളത്. ബ്ലാക്ക് സാരി ബ്ലാക്ക് മുണ്ട് കരിയായിട്ട് ബ്ലാക്ക് അങ്ങനെ. ഇനി ഇത് പിന്നെ ഇത് പിങ്ക്. അല്ല ഇതിന് തേക്കുന്ന വരെ ചുരി പോകാൻ പോലും വരെ പിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഫുൾ ടിഷ്യൂ ആയിട്ടുള്ളത്. എന്റെ നോക്കാം ആദ്യം. 2 ടൈപ്പ് പിങ്ക് ആണ്. ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അതെ, ആണുങ്ങളും ഒരുപോലെ നടക്കട്ടെ. എന്താ ഇത് ആകുമ്പോൾ ശരിക്കും ആ ഒരു പക്ക കസവില്, അപ്പൊ കസവ് വേണമെന്ന് പറയുന്നവർക്ക് കസവിന്റെ അങ്ങനെ മിക്സ് മാച്ച് ചെയ്തിട്ട് നമുക്ക് ആണുങ്ങൾക്ക്. പക്ഷെ ആണുങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും തോന്നുന്നില്ല അല്ലേ? ഇല്ല. എങ്ങനെയാ വളരെ ഓൺലി ഫോർ ദിസ് ഓണം പ്രമാണിച്ച് മാത്രം ഒത്തിരി പേര് വരാറുണ്ട്. ദാറ്റ് ദേ വാണ്ട് ഫ്രം സെയിം മാച്ചിങ് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് വേണമെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിച്ചെടുത്തത്. ഇതിലാണെങ്കിൽ ബ്ലാക്കും ഗോൾഡും സിൽവറും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ളത് പല രീതിയിലായിട്ടുള്ള മോഡൽസ് നമുക്ക് കിട്ടും. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സാരീസ് നോക്കിയാലോ. ഇത് അതും അതിൻ്റെതായ കരകളുള്ള ഉണ്ട് സാരികളും. ഇതാകുമ്പോൾ കസവ് അധികം ഇല്ല, എന്നാൽ കര മാത്രമായിട്ട് വരുന്നത്. ഇതിലാകുമ്പോൾ പ്രിന്റ് കസവില് പ്രിന്റ് വരുന്ന മോഡൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സാരീസ് ഇനി നമുക്ക് തപ്പിയാലോ ഇതിൽ ഏകദേശം നമുക്ക് തപ്പിയെടുക്കാം. ഇതിന് എന്തായാലും ഓരോന്നോരോന്ന് നോക്കാം. നമുക്ക് ഓരോരോ സാരി വെച്ചാൽ ഇത് ഫുൾ അങ്ങനെ തന്നെ എടുത്തിട്ട് വീണ്ടും നമുക്ക് കയറ്റാം. അതായിരിക്കും നല്ലത്. അതാ നല്ലത്. ഇത്രയും സാരീസ് ഫുൾ നമുക്ക് ഓണത്തിൻ്റെ ഉള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഏത് മോഡൽ ഏത് ഡിസൈൻസ് വേണമെങ്കിലും എടുക്കാം. അതാ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ കസവിൽ വരുന്നത് ടിഷ്യൂല് തന്നെ വരുന്ന മോഡലാണ് കേട്ടോ. ഇതും കസവിൽ തന്നെ. ഇത് വരുമ്പോൾ നമുക്ക് പോൾക്ക ഡോട്ട്സ് ആണ് വരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ കണ്ടോ അതിന്റെ കളേഴ്സ് മാറൂല്ലേ? പോൾക്ക ഡോട്ട്സിന്റെ ഒരെണ്ണം കൂടെ ഉള്ളൂ. 2 കളേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, വൺ ഈസ് ഗ്രീൻ ആൻഡ് വൺ ഈസ് മെറൂൺ. അപ്പോൾ ഇതൊരു ഷെയ്ഡ് വരുന്നതാണ് പോൾക്ക ഡോട്ടിൽ വരുന്നത്. ഫുൾ ടിഷ്യൂലാണ് കേട്ടോ ഇത് വരുന്നത്. കറക്റ്റായിട്ട് ആ ഒരു മടക്ക് വരണം. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബ്ലാക്കില്ലേ, അതിൽ പായ ഡിസൈൻ. ഇത് പായ ഡിസൈൻ ബ്ലാക്കിൽ, ഇത് വരുമ്പോൾ ഗോൾഡിൽ. ഇതിൻ്റെ കളേഴ്സ് ഇങ്ങനെ മാറി 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 നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻസും കൂടി ഉണ്ട്. ആ ബ്ലാക്ക് കണ്ടതിൽ തന്നെ സെയിം പച്ച. ഇതില് പക്ഷെ കാണുമ്പോൾ ബ്ലാക്ക് പോലെ ഇരിക്കും, പക്ഷെ അത് ഗ്രീൻ. ഇത് ഗ്രീൻ, ഇത് ബ്ലാക്ക്, ഇത് ഗോൾഡ്. അങ്ങനെ പായര ഡിസൈൻസിൽ തന്നെ. പിന്നെ ഇതിൽ ചെറിയ ചെറിയ സ്ട്രൈപ്സ് അടക്കെ പോയിട്ടുണ്ട്. ഇതിലാകുമ്പോൾ നമുക്ക് പ്ലെയിൻ, ഇതിൽ ചെറിയ കസവ്, അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ വരുമ്പോൾ നമുക്ക് റോസ് ഗോൾഡും ഗോൾഡിൽ അതിൽ ഫുൾ ഓവറോൾ ഈ ഒരു പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് കേട്ടോ. ഓവറോൾ നോക്കണം. ഇതെനിക്ക് തോന്നുന്നു 1/2 പോർഷനാന്ന് തോന്നുന്നു. എന്തായാലും ഇത് കണ്ട ശരിക്കും ഇപ്പൊ ഓണത്തിന് നമ്മൾ ഓരോ വർഷവും ഓരോ ടൈപ്പ് കളേഴ്സ് ആയിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതാണ് ഇപ്പൊ ഇത് ഏകദേശം ഒരു 2-3 ഷെയ്ഡ്, 2 ഷെയ്ഡ് ഉണ്ട്. 2 ഷെയ്ഡ്. ഇതിലൊരു ഷെയ്ഡ്, ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഡിഫറെന്റ് ഷെയ്ഡ്, അങ്ങനെ 2 ഷെയ്ഡിലാണിത് വരുന്നത്. അങ്ങനെ ഇതൊരു വെറൈറ്റി ആയി. പിന്നെ ഇത് സ്ട്രൈപ്സിൽ ശരിക്കും ടിഷ്യൂ അല്ല, നമ്മുടെ നോർമൽ ഇത് കോട്ടന്റെ ക്ലോത്തിൽ അതിൽ ലൈൻ സ്ട്രൈപ്സ് ലൈൻ പോയിട്ടുണ്ട്. അതെ, അതുപോലെ ടെസൽസ് ഉണ്ട്. ടെസൽസ് വരുമ്പോൾ ഈ ഒരു പോർഷനിൽ മുന്താണിയുടെ പോർഷൻ മീൻസ് സെപ്പറേറ്റ് ആയിട്ടൊന്നുമില്ല, ഇതിൽ തന്നെ ഫുൾ ഇങ്ങനെ ടെസൽസ്. വേറൊരു ടൈപ്പ്. ഇത് ചെറിയ ചെറിയ നമുക്ക് ഡിജിറ്റലിൻ്റെ വർക്ക് ബോർഡറിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കാണുന്നത് മുന്താണിയുടെ പോർഷനാണ് കേട്ടോ. ഫുൾ കാണുന്നത് മുന്താണിയുടെ പോർഷനാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വലിയ വലിയ വർക്ക്. അപ്പോൾ ഇതാകുമ്പോൾ വേറെ ഡിജിറ്റൽ. അതെ, ഇതാകുമ്പോൾ വേറെ ഡിജിറ്റൽ. ഇതിൽ വ്യത്യാസം എന്ന് വെച്ചാൽ അത് പ്ലെയിനിൽ ഡിജിറ്റലാണ്. ഇതിൽ വരുമ്പോൾ നമുക്ക് ചെക്കിലാണ് ആ ഒരു ഡിജിറ്റലിൻ്റെ വർക്ക് ഓവറോൾ വന്നിരിക്കുന്നത്. രണ്ടും വ്യത്യാസമുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. ഇത് കളറിൽ ഗ്രീൻ ഇതൊക്കെ ശരിക്കും മൂവിങ് ഉണ്ടല്ലേ ഇപ്പോൾ, നല്ല മൂവിങ് ആണ് ഇപ്പോൾ. ഗ്രീനിൽ കസവ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ കേട്ടോ. പ്ലെയിൻ പക്ക ടിഷ്യൂല് ഗ്രീൻ. സ്കൈ ബ്ലൂ വാവ്, ഇത് അടിപൊളിയായിട്ടുണ്ട് അല്ലേ? സ്കൈ ബ്ലൂവിൽ ഫുൾ ഇങ്ങനെ ഒരു പ്രിൻറ്റിൻ്റെ വർക്ക് കണ്ടോ.
ഇത് സാധാരണ ടിഷ്യൂലാണ് നമ്മൾ മെയിനായിട്ട് കണ്ടിട്ടുള്ളത്. ഇത് വരുമ്പോൾ നമുക്ക് സ്കൈ ബ്ലൂവിൽ ഫുൾ ഓവറോൾ ഇങ്ങനെ ഒരു പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് സാരിയാണ് മെയിനായിട്ട്. അപ്പോൾ ഇത് സാരി എന്ന് പറയുമ്പോൾ ഇതിൽ ബ്ലൗസ് അടക്കം ഉണ്ടാവും. ഇതിൻ്റെ അകത്തുണ്ട് വിത്ത് ബ്ലൗസ് ആണ്. ഓക്കെ. ഇത് വരുമ്പോൾ നമുക്ക് ആ ഒരു സെയിം ഗ്രീനിൻ്റെ ബോർഡറിൽ അതിൽ കസവിൽ വന്നിട്ട് അതിൽ പ്രിന്റ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആണ് ഇതിലേ വരുന്നത്. അതെ, ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. അതിൽ ഓവറോൾ ഇതൊന്നും നിവർത്തി കാണിക്കേണ്ട ഒരു കുറച്ച് വെറൈറ്റിയാണിത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ പോർഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു ഗ്രീനിൻ്റെ ആ ഒരു കസവിൽ ടിഷ്യൂം ഗ്രീനും കൂടി മിക്സ് അതിൽ ആ ഒരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രിൻറ്റിൻ്റെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബോർഡർ പോർഷനിലും നമുക്ക് വർക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഓവറോൾ നോക്കണമെങ്കിൽ ഇത് കുറച്ച് വെറൈറ്റി ആണ് അല്ലേ? മൊത്തത്തിൽ നമ്മുടെ കളക്ഷൻസ് നോക്കുമ്പോഴേ ഇതെന്തത് സൂപ്പർ ഐറ്റം കണ്ടോ. ഫുൾ ഓവറോൾ ശരിക്കും എവിടെയാണ് നമ്മൾ ഈ ഒരു സ്ഥലം ഉള്ള ഇങ്ങനത്തെ ഒരു ഏരിയ, ആ ഒരു സ്ഥലത്ത് പോയ ഒരു ഫീൽ കേട്ടോ. ഫുൾ ചെടികളും ഇലകളും ഒക്കെ ആയിട്ടുള്ളത്. ഓവറോൾ ഈ ഒരു ഫുൾ വർക്ക് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ അല്ല, ഒരു മറൂണും ഓറഞ്ചും യെല്ലോയിഷ് എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. അപ്പോൾ ഇതൊക്കെ സീസൺ ടൈമിൽ മാത്രമേ കിട്ടുള്ളൂ. സീസൺ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനൊന്നും കിട്ടില്ല. പിന്നെ സാരി ഉടുക്കാൻ അറിയാത്തവരാണെങ്കിൽ അവർക്ക് നമ്മൾ റെഡി ടു വെയർ സാരി ഇതിലും ചെയ്യുന്നുണ്ടോ? ഉണ്ട്, റെഡി ടു വെയർ സാരി ഞങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ലൈവായിട്ട് തന്നെ ഉടുപ്പിച്ച് കാണിച്ചാലോ? എന്തായാലും ഒരു സാരി ഉടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ നമുക്കൊരു സാരിയും കൂടി ഉടുക്കാം. ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു പല്ലുവിൻ്റെ പോർഷൻ വരുന്നത്. ഇതാവുമ്പോൾ ചുറ്റിയാൽ മതിയില്ലേ ഫുള്ള്. അപ്പം ഇതൊന്ന് കെട്ടിയൊക്കെ നമ്മൾ തനി നാടൻ സ്റ്റൈലിലേക്കായി മാറാൻ പോവാണ് ഇപ്പോൾ. ആഹോ, അതതിൻ്റെ ബ്ലൗസ്. ഇത് ബ്ലൗസ് സെപ്പറേറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആവശ്യമനുസരിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ അളവിനനുസരിച്ച് തന്നെ നമുക്ക് ഇത് ഇടാം. ഓ, ഹുക്ക് ഉണ്ട് ഈ സൈഡ് പോർഷനിൽ ഹുക്ക് ഉണ്ട്. അളവനുസരിച്ചിട്ട് നമുക്ക് ഏത് ഇതിലേക്ക് വേണമെങ്കിൽ നമ്മുടെ തടി അനുസരിച്ചിട്ട് കൂട്ടി കുറയ്ക്കുക എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ കുറച്ച് ഇറക്കി കൊടുക്കട്ടെ, എന്തായാലും ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. 1 മിനിറ്റ് കേട്ടോ. റെഡി ടു വെയർ എവിടെ കൊളത്ത്? ആ ഇതാ സംഭവം കഴിഞ്ഞു. സാരി ഉടുത്ത് കഴിഞ്ഞു. കണ്ട, ഉടുക്കാൻ അറിയാത്തവർ വരെ ഒരു സാരി ഉടുത്ത് ജസ്റ്റ് 1 മിനിറ്റിൽ ഫുൾ സാരി. നല്ല ഭംഗി. അതും ബ്ലൗസ് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. അതും ക്രോപ്പ് ടോപ്പ് പോലെ ആണെങ്കിൽ ബനിയൻ പോലെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ആ പരിപാടിയും കഴിഞ്ഞു. ഹൂക്ക് ഇടാനും ആള് വേണ്ട. അത്രയ്ക്കും സിമ്പിൾ ആയിട്ടുണ്ട്. കണ്ടോ, റെഡി ടു വെയർ സാരി. ഇതിൻ്റെ നമുക്കിപ്പോൾ ഈ കാണിച്ച സാരി ഏത് സാരി വേണമെങ്കിലും ഞങ്ങളത് റെഡി ടു ആക്കി തരാം. അതിന് ബുദ്ധിമുട്ടും ഇല്ല, ഒരു ടെൻഷനും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ളത് എങ്ങനെ വേണേ. ഇനി ആണുങ്ങൾക്ക് റെഡി ടു വെയർ മുണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ടി വരുമായിരിക്കും. ചെയ്തിട്ടില്ല ഇതുവരെ. അല്ല ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് മുണ്ട് കൊടുക്കാൻ എല്ലാവരും ബുദ്ധിമുട്ടാണ് പറയുന്നത്. എല്ലാവരും ഈ ഷോർട്സും പാൻസും ഒക്കെ അല്ല. അപ്പോൾ അവർക്കും ഞങ്ങൾ റെഡി. എന്താണ് നിങ്ങൾ പറയണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ സെറ്റ് സാരിയിൽ മാത്രമല്ല, നോർമൽ സാരിയിലും ഉണ്ട്. അത് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ഒരെണ്ണം ഉണ്ട്, കാണിച്ചു തരാം. ഒരെണ്ണം നമ്മളൊന്ന് നോക്കാം. അതാ, ഇതാകുമ്പോൾ നോർമലായിട്ടുള്ളത് നമുക്ക് ജോർജറ്റിൻ്റെ ഇതിൽ സെയിം ആ ഒരു പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്. സാരിയുടെ മുകളിലൊരു സാരി ഉടുക്കുമ്പോഴേ ഒരു രസം വേറെ തന്നെയാണ്. പക്ഷേ ശരിക്കും അത് ഉടുക്കുമ്പോൾ അധികം നേരമൊന്നും വേണ്ട കേട്ടോ. അതായത് ജസ്റ്റ് ഒരു ഹുക്കാണ്. ഇത് ഇങ്ങനെ ഇവിടെ കൊളുത്തിയിട്ടു. ഇത് കൂടാണ്ട് നമുക്ക് വള്ളിയുണ്ട്, ഊരിപ്പോവും എന്നുള്ളൊരു ടെൻഷനുള്ളവർക്കാണെങ്കിൽ ഇനി ഇതിങ്ങനെ എടുത്തു ജസ്റ്റ് 1 മിനിറ്റിൽ സാരി എടുത്തു. സൂപ്പർ. കണ്ട, ആഹാ കണ്ട, ഇതൊക്കെ പെട്ടെന്ന് കൊടുത്തതാട്ടോ. കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് ഒന്നും വരാതിരിക്കുക. സിമ്പിൾ 1 മിനിറ്റിൽ ഉടുക്കാൻ അറിയാത്തവർക്ക്, ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷേ സീസൺ സമയത്ത് മാത്രമാണ് നമുക്ക് ഇവിടെ മുണ്ടുണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്ത് ഇവിടെ ജെൻസിൻ്റെ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് അടിപൊളി ഒരു ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ ഇത് മാച്ചിങ് ആണല്ലേ? ഈ ബ്ലൗസിൻ്റെ കൂടെ മാച്ചിങ് ആണ്. ഞാനിപ്പോൾ അത് ഗോൾഡിൻ്റെ ഒരു സ്ട്രൈപ്പ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. കണ്ടോ, ഇതിന് കൂടെ ഇത് മാച്ചിങ്. അപ്പോൾ ഏതൊരു ഫംഗ്ഷനിലും നമുക്ക് റെഡിയാണ്, സെറ്റാണ് മൊത്തം. അപ്പോൾ അങ്ങനെ റെഡി ടു വെയർ സാരി ആയിട്ട് നമുക്ക് 1 മിനിറ്റിൽ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സാരീസായി. ഇനി ഇത് കൂടാണ്ട് നമുക്ക് കുറേ കുർത്തീസും അൺസ്റ്റിച്ചഡും ഉണ്ട് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ എന്തായാലും കുർത്തി ഇട്ടിട്ട് നമുക്ക് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസും കുർത്തീസും കാണിക്കാം. അതായിരിക്കും ബെറ്റർ. അപ്പോൾ സാരി ഉടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോ ഒക്കെ സെറ്റാക്കി തരും നമ്മൾ. എന്തായാലും ഇനി കുർത്തിയുടെ ഒരു സെക്ഷനിലേക്ക് കൂടി പോകാം. കാരണം കുർത്തീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഫുൾ നമുക്ക് അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ സൈഡ് മൊത്തം അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ് ആണ്.
ഇതൊക്കെ ഇനി കാണിക്കാൻ കിടക്കണ്ടേ ഇഷ്ടം പോലെ. പോയാലമ്മ ഇനി നമുക്ക് കുർത്തി മാറ്റിയിട്ട് വരാം അല്ലേ? റെഡി അല്ലേ? ഓക്കെ, ഞങ്ങൾ സെറ്റ്. ഡ്രസ്സൊക്കെ മാറി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഡെയിലി വെയറിൻ്റെ ഒരു കളക്ഷനാണ് വരുന്നത്. സൂപ്പർ ഒരു 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ മാഡം കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റാഫിനെ ഒന്ന് വിളിച്ചിട്ടുണ്ട്. ഹായ്, പേര് കവിത. ഇവിടുത്തെ ഓൾ ഇൻ ഓൾ കുറച്ച് കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ ഡെയിലി വെയറിൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് കാണിക്കാണ്ട്, അതുപോലെ അൺസ്റ്റിച്ചഡ് കാണിക്കാണ്ട്. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഡമ്മിലിട്ടത് ഒന്ന് കാണിക്കണ്ടേ? ഇത് അടിപൊളിയായിട്ടാണല്ലോ, ഒന്ന് പറഞ്ഞുതരൂ. ഇത് ആക്ച്വലി 3 പീസ് സെറ്റാണ്, ഫുൾ റെഡിമെയ്ഡ് ആണ്. ഇങ്ങനത്തെ കുറച്ച് വേറെ പീസും ഉണ്ട്. ഇത് നമ്മുടെ മുൾമുൾ സിൽക്കിൽ വരുന്ന ഒരു സിൽക്കാണ്. ഓക്കെ, വിത്ത് എംബ്രോയിഡറി ഓൺ ഹാൻഡ് ആൻഡ് നെക്ക്. ഓക്കെ, സോ ഇതൊരു 3 പീസ്. 3 പീസിന്റെ കോൺസെപ്റ്റ് ഡമ്മിയിൽ വേറെ ചെയ്തത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തൊരു കോൺസെപ്റ്റ് ഇപ്പുറത്തേക്ക് വാ. ഇനി പറഞ്ഞു കൊടുക്ക്. ഇത് നമ്മുടെ സെറ്റ് മുണ്ട, ട്രഡീഷണൽ ഓണം ബേസ്ഡ് ആയിട്ട് കേരള ട്രഡീഷണൽ. അതിൽ ഫുൾ ആ ഒരു പ്രിന്റ് കസവിലാണ് വന്നിരിക്കുന്നത്. ടിഷ്യൂൻ്റെ മെറ്റീരിയലാണ് ഇത് വരുന്നത് കേട്ടോ. ഇപ്പോൾ സെറ്റ് മുണ്ട് വേണ്ട, നമുക്ക് കുറച്ച് വെറൈറ്റി വേണമെന്ന് വെച്ചാൽ ആണുങ്ങളുടെ മുണ്ട് ആൾമരിയിൽ നിന്ന് എടുത്തോ അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്ന വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ടോപ്പ് ഇവിടുന്ന് തന്നെ കിട്ടുള്ളൂ അല്ലേ? ഇത് ഓണം ഉദ്ദേശിച്ച് നമ്മൾ കുറച്ച് ഓണംന്റെ കുർത്തീസൊക്കെ ഇങ്ങനെ റെഡിമെയ്ഡ് ആക്കിയതാണ്. അപ്പോൾ ആ ഒരു ഇത് സ്റ്റിച്ചിങ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഇവിടുത്തെ ഓൺ ചെയ്യിപ്പിച്ചെടുത്തതാണല്ലേ? നിങ്ങളുടെ ഓൺ ഡിസൈൻ ടീമാണ്. അപ്പോൾ ആ ഫുൾ ഒരു സിംഗിൾ ഒരു കുർത്തി പീസാണ് വരുന്നത്. ടിഷ്യൂൻ്റെ മെറ്റീരിയൽ ഒരു ചെറിയൊരു ചെക്കിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ദാവണിയിൽ പാച്ച് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലൊരു അജ്രക്ക് സ്റ്റൈലിലൊക്കെ പാച്ച് വർക്കും അതുപോലെ ഈ ഒരു കസുവിൻ്റെ ഡീറ്റെയിലിംഗ് ഓവറോൾ ഫുൾ സ്റ്റിച്ചഡ് ആണല്ലേ? ഇതിന് ബ്ലൗസ് സ്റ്റിച്ചഡ് അല്ല, ബാക്കിയെല്ലാം സ്റ്റിച്ചഡ്. സ്കേർട്ട് സ്റ്റിച്ചഡാ. പിന്നെ ഓക്കെ, ദുപ്പട്ട അങ്ങനെ തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബ്ലൗസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെയും കുറേ വെറൈറ്റീസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സാരീസിലാണ് വരുന്നത്, ടിഷ്യൂൻ്റെ. അതിൽ ഈ കാണുന്നത് മൊത്തം നമുക്ക് കാണുമ്പോൾ പ്രിൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ അല്ല, ഒക്കെ ത്രെഡ് വർക്ക്. അതും ആനയുടെ വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ? ഒരു ഡിഫറെൻറ്റ് ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ, അപ്പോൾ ഫ്ലീറ്റൊക്കെ ഞാൻ കറക്റ്റൊക്കെ കൊടുക്കട്ടെ, അല്ലെങ്കിൽ അവൾക്ക് വിഷമാവും. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ വരുന്നതായിട്ടും ഇത് പ്രിന്റഡ് ഓണം ടിഷ്യൂവിൽ വന്ന ഓണം സിൽക്ക് സാരിയാണ്. ഇതും ടിഷ്യൂ എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് രീതിയിൽ. ഇത് വരുമ്പോൾ ഒരു റോസ് ആ ഒരു ടച്ചിലാണ് ടിഷ്യൂ വരുന്നത്. അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഗോൾഡിൻ്റെ ടച്ച്. അപ്പോൾ രണ്ടും ടിഷ്യൂ തന്നെയാണ് വരുന്നത്. ചെറിയ ചെറിയ കളർ വേരിയേഷൻസ് അങ്ങനത്തെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് ഇതന്നെ ഒരു ബ്ലാക്കും അതുപോലെ ടിഷ്യൂവിൽ വരുന്നത് ഒരു ചെക്കിൻ്റെ പാറ്റേണിലായിട്ടുള്ളത്. ബ്ലൗസും ഡിസൈനർ നിങ്ങൾ കൊടുത്തിട്ടുള്ളതാണോ അങ്ങനെ? അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇതിൻ്റെ കൂടെ ബ്ലൗസ് വേണമെങ്കിൽ ബ്ലൗസും ഉണ്ട്. തലാട്ടിയാലൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല, അപ്പോൾ വായോണ്ട് പറയണം. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബ്ലൗസ് കൊടുക്കും, അറ്റാച്ച്ഡ് ബ്ലൗസ് കൂടി കാണും. അതും ഡിസൈനർ ബ്ലൗസ് ആയിരിക്കും, കുറച്ച് വെറൈറ്റി, കുറച്ച് ഡിഫറെൻറ്റ് ലുക്കായിട്ട് തോന്നിക്കുന്ന വിധത്തിൽ. പിന്നെ നല്ല ഫ്ലയർ ഉള്ള ഒരു ധാവണി സ്റ്റൈലിലുള്ള ഒരു ധാവണി സ്റ്റൈലില്ല, ധാവണി തന്നെ, പക്ഷെ അതിൽ സാധാരണ ഫ്ലീറ്റഡായ വരാം. പക്ഷേ ഇതൊരു ഫ്ലയേർഡ് ടൈപ്പായിട്ട് അതിൽ ഫ്രിൽ വർക്കൊക്കെ വന്നിട്ടുള്ളൊരു കുറേ അടിപൊളി സ്ട്രൈപ്പ്. ഇതെല്ലാം സെയിം സാരീസിലും ഉണ്ട് കേട്ടോ, ഈ ഒരു സ്ട്രൈപ്പ് ടൈപ്പായിട്ടുള്ളത്. പിന്നെയും കുറേ കുർത്തീസ് കാണിക്കാനുണ്ട്. ഇത് നമുക്ക് പിന്നെ കാണിക്കാം. നമുക്ക് അൺസ്റ്റിച്ചഡ് കാണിച്ചാലോ? വരൂ. അൺസ്റ്റിച്ചഡ് ഏത് ഭാഗത്തായിരിക്കണേ? അൺസ്റ്റിച്ചഡ് ഈ ഭാഗത്താണ് അൺസ്റ്റിച്ചഡ് ഇരിക്കുന്നത്. അപ്പോൾ അൺസ്റ്റിച്ചഡ് കാണിക്കുന്നേക്കാളും മുന്നേ ഇവിടെ എന്തോ ഇരിക്കുന്നുണ്ട്, അതൊന്ന് കാണിച്ചാലോ? ഇത് നമ്മുടെ റെഡിമെയ്ഡ് ഗൗൺ സെറ്റാ. വാവ്, നല്ല ലെങ്ത്തും ഉണ്ടല്ലോ, അടിപൊളിയല്ലേ? നല്ലൊരു ഹീലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും, ട്രാൻസ്പെറൻ്റ് ആയിട്ട്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക്, ഞാൻ നേരത്തെ മേഡത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൗൺ തയ്പ്പിക്കുമെന്ന്. ഇവിടെ ചെയ്യിപ്പിക്കും. ഇതാ അടിപൊളി ഒരു ഫ്ലയർ ആയിട്ടുള്ള ഒരു ഫുൾ. ഇതൊക്കെ വർക്ക് നിങ്ങൾ ചെയ്യിപ്പിച്ചതാ? ചെയ്യിപ്പിച്ചതാ. പറഞ്ഞ് നമുക്ക് അങ്ങനെ ആ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റൂല്ലേ? ഇപ്പോൾ ഇതൊരു നല്ലൊരു പീച്ചിൽ, ഇതും ഒരു ഗൗൺ തന്നെയാണ് വരുന്നത്. ഫുൾ പാർട്ടി വെയർ കോൺസെപ്റ്റിലാണ് കേട്ടോ. എന്താ രസമല്ലേ? ഇത് സ്ലീവ് വേണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തു തരും കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഇവിടെ ഇരിക്കണ കണ്ടപ്പോൾ ഞാനിങ്ങനെ എടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വന്നേ. അൺസ്റ്റിച്ചഡ് നമുക്ക് പിന്നെ കാണിക്കാം. ഇതുപോലത്തെ ഡെയിലി വെയർ ആയിട്ടുള്ള കുർത്തീസില്ലേ, ഇത് 3 പീസാണ് കേട്ടോ. ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസാണ്, പെർഫെക്റ്റ് സൈസാണ്. ഇതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയും കൂടി വരുന്നുണ്ട്. മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടയാണ്. ഞാനത് അവോയ്ഡ് ചെയ്തതാണ്. നമുക്ക് ഈ ഒരു ഫിറ്റിംഗ് കറക്റ്റ് ആക്കിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ, കറക്റ്റ് ഫിറ്റിങ്ങിലാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ദുപ്പട്ട എവിടെയുണ്ട് ഞാനിപ്പോൾ അന്വേഷിച്ചിട്ട് കിട്ടി കേട്ടോ. നല്ല ഒരു ഫുൾ
ലെങ്ത്തും വിഡ്ത്തൊക്കെ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ. കണ്ടോ? ആഹാ, ലുക്ക് തന്നെ മാറിയില്ലേ? ഇത് 3 പീസിൻ്റെ തന്നെ, ഇതും 3 പീസ് തന്നെ. ഇത് മൽമൽ കോട്ടൻ്റെ ആണ്. പക്ഷേ ഞാൻ ഈ ഒരു ഷേപ്പ് ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ദുപ്പട്ട അവോയ്ഡ് ചെയ്തത്. ഇങ്ങനെതാ കറക്റ്റ് ലാർജ് സൈസ് പെർഫെക്റ്റ്. അപ്പോൾ ഇതിൽ സൈസസ് ഒക്കെ ഇങ്ങനെ വരുന്നത് നമുക്ക് മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്, എക്സൽ ഉണ്ട്, ഡബിൾ എക്സൽ ഉണ്ട്, ഡബിൾ എക്സൽ, 3X, 4X, 5X. 5XL സൈസ് വരെ ഉണ്ടോ? ഞാൻ 5XLക്കൊന്നും പോകണില്ല, എനിക്ക് ലാർജ് തന്നെ മതി. ലാർജിൽ നിന്ന് എനിക്ക് മീഡിയം ആവാനോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ എല്ലാ സൈസസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഡെയിലി വെയറിൻ്റെ എവിടെ ഇരിക്കണേ? ഇവിടെ. ഓക്കെ, ഈ 3 പീസ് ഒക്കെ ഇവിടെ ആയിരിക്കണേ. ആഹാ, അതിൽ നിന്ന് നല്ല നല്ല കളക്ഷൻ ഓണത്തിന് വേണ്ടി നമുക്കുള്ള ഒരു മീൻസ്. ഓക്കെ, 3 പീസിൻ്റെ ഈ ദുപ്പട്ട ഇതും പിടിച്ചോ. ഇതൊരു ഹക്കോബയിലാണ് വരുന്നത് ഓവറോൾ. അതിൽ ത്രെഡ് വർക്കാണ് കേട്ടോ, എംബ്രോയ്ഡറിയുടെ വർക്ക്, ഹക്കോബയുടെ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. സ്ലീവും ഹക്കോബ തന്നെയാണ്. അതിൽ ദുപ്പട്ട വരുമ്പോൾ ബ്രഷ് പെയിൻ്റ് ആണ് കേട്ടോ. ഇതൊന്ന് ഇതിന് മുകളിൽ വെച്ചേ, കണ്ടോ? ദുപ്പട്ട ബ്രഷ് പെയിൻറ്റിൻ്റെ ദുപ്പട്ടയിൽ ഫുൾ ലെങ്ത്തും വിഡ്ത്തൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള. ഇതിലും കളേഴ്സ് വരൂല. ഇതിൽ ആക്ച്വലി വേറെ ഡിസൈൻസ് ഉണ്ട്, ഓഫ് വൈറ്റിൽ വേറെ കളേഴ്സ് ഇല്ല. കാരണം ഇത് ബുട്ടിക്കാണ്, യൂണിക്ക് വേണമല്ലോ. അപ്പോൾ ആ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ കൂടെ വിത്ത് പാൻറ്റ് എടുക്കാണ് കേട്ടോ. അത് അതിലും ആ ബോട്ടത്തിൻ്റെ ആ ഒരു പോർഷനിൽ നമുക്ക് ലേസിൻ്റെ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന 3 പീസ് ഐറ്റംസ്, ഇതൊക്കെ ഡെയിലി വരുന്ന നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ ബുട്ടിക്ക് ഐറ്റംസ് ആണ്. ഇതൊരു നെക്കിൽ എംബ്രോയിഡറി ഉള്ളത്. ഇതാ നെക്കിൽ വർക്ക്, അതും ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട്, പിട്ടൺ വർക്ക് ഉണ്ട്, ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്, ഫ്രഞ്ച് നോട്ട് ഉണ്ട്. അങ്ങനെ എല്ലാ തരം വർക്കുകൾ ഇതിൽ വി നെക്കിൽ കയറിയിട്ടുണ്ട്. പിന്നെ വരുന്നതിൻ്റെ ദുപ്പട്ടയിലും ഇതുപോലെ സൈഡിൽ ലേസും ഇതൊക്കെ നല്ല ഒരു പെൻസിൽ പെയിൻ്റ് ആയിരിക്കും. പെൻസിൽ പെയിൻറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും നമുക്ക് 3 പീസ് 2 പീസ് സിംഗിൾ കുർത്തീസും അവൈലബിൾ ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഡെയിലി വെയർ അല്ലെങ്കിൽ കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ ഫുൾ കളക്ഷൻസ് ഒന്ന് ഓടിപ്പിച്ച് കാണും. ഇതൊക്കെ നോക്കിയാൽ ഇതൊക്കെ സാങ്കന്യര പ്രിൻറ്റിൽ കോട്ടണിൽ വരുന്നത്. ഇത് നമുക്ക് കോട്ടണിൽ തന്നെ ചിക്കൻ കറിയിൽ വരുന്ന ഐറ്റംസാണ്. ഇത് ബാന്തിനിയിൽ വരുന്നത്, പോൾക്ക ഡോട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ വെറൈറ്റീസ് കണ്ടോ, ഓടിപ്പിച്ച് കാണാൻ കേട്ടോ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കണ്ടോ, ബാട്ടിക്കിൽ, വീനെക്ക്, ഇതൊക്കെ ഇതിൻ്റെ വെറൈറ്റീസാണ്. ഒന്നും എടുത്ത് കാണിച്ചു താന്നേ, ആളോട് പറയണം എനിക്ക് കാണിച്ചു തരാനായിട്ട്. ഇത് സാധാ മീൻസ് വിത്ത് 2 പീസ് സെറ്റ് ആണ്. ഓക്കെ, ആ ദുപ്പട്ട ഇല്ല? ദുപ്പട്ട ഇല്ല, ഇങ്ങനെ വരും. ഇതൊക്കെ വലിയ സൈസാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എക്സൽ ആണ് സൈസ് വരുന്നത്, വിത്ത് പാൻറ് അടക്കം വരുന്നത്. അതുപോലെ നെക്കിൽ ചെറിയ ഒരു ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്, ചെറിയ ഒരു വർക്കും ഉണ്ട് അതിൽ. എക്സൽ. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റീസ് ഞാൻ ഇനി എടുത്ത് കാണിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് ചിക്കൻ കറി വർക്കിൽ, അതുപോലെ തന്നെ ഫുൾ ഓവറോൾ വർക്ക് വന്നിട്ടുണ്ട്. സ്ലീവിൻ്റെ പോർഷൻ്റെ എൻഡിലും ഈ ഒരു വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇത് പാർട്ടി വിയർ. സൂപ്പർ, എന്ത് രസമല്ല കാണാനായിട്ട്. പിന്നെ നെക്കിൽ സ്റ്റോൺ വർക്ക് ഉണ്ട്. നല്ല അടിപൊളി സിൽക്ക് മെറ്റീരിയൽ. ആ ഒരു മോഡലൊക്കെ പിടിക്കുമ്പോൾ ഒരു ഫീലിങ്ങില്ലേ, ആ ഫീലിംഗ് ആണ് കേട്ടോ ഈ ഒരു തുണി പിടിക്കുമ്പോൾ കിട്ടുന്നത്. അതുപോലെ പാർട്ടി വെയർ 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ്. ദുപ്പട്ട ഇങ്ങനെ വരും, എന്ത് രസമല്ല. ആ ഒരു ഹാഫ് ആൻഡ് ഹാഫ് പാറ്റേണിൽ വരുമ്പോൾ പ്രീമിയം ക്വാളിറ്റി കളക്ഷൻസ് എന്ന് പറഞ്ഞു അതാണ് ഇപ്പോൾ ഇത് കാണിച്ചത്. ഡെയിലി വെയർ എന്ന് പറഞ്ഞിട്ട് എടുത്തത്, പക്ഷേ എനിക്കിത് ഡെയിലി വെയർ ആയിട്ട് തോന്നില്ല. ഇതൊരു പ്രീമിയം ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത് വരുമ്പോൾ ഇത് നമ്മുടെ എംബ്രോയിഡറി ചിക്കൻ വർക്കാണ്, ബട്ട് ഇതിന് തുണിക്ക് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇത് ക്വാളിറ്റി ഉള്ള ഒരു തുണിയാണ്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട നല്ലൊരു സൂപ്പർ. അതിൽ ഫുൾ ത്രെഡ് ഇത് വർക്ക്, ലേസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ എംബ്രോയ്ഡറിയുടെ വർക്കാണ്. നല്ലൊരു പീച്ച് കളറിൽ അതിൽ ഫുൾ എംബ്രോയ്ഡറിയുടെ വർക്കൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഓവറോൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു കളക്ഷൻ ഇവിടെ കഴിഞ്ഞു. അടുത്തത് പിന്നെ ഇയാൾ ഇട്ടിരിക്കുന്ന പോലെ തന്നെ അതിൽ വേറെ ഷെയ്ഡ്സ് ഉണ്ട്. ഈ ഒരു ഷെയ്ഡ് നോക്കിയേ, വീനെക്കാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഷെൽമി ഇട്ടിരിക്കുന്ന സെയിം ടൈപ്പ് ഓഫ് സെറ്റാ, ഇതിന്റെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, സെയിം പീസാണ് അല്ലേ? കോട്ടൻ്റെ മെറ്റീരിയലാണ് വരുന്നത്. അതുപോലെ തന്നെ പാൻറ്റ് കോൺട്രാസ്റ്റ് ഒരു വൈറ്റിൽ തന്നെ. അതുപോലെ മൽമൽ കോട്ടൻ്റെ ദുപ്പട്ട കേട്ടോ ഓവറോൾ വന്നിരിക്കുന്നത് ഈ ഒരു. അപ്പോൾ ഇതിനകത്ത് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് പറഞ്ഞാൽ ഒരു ഓറഞ്ച് ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു ഗ്രേ ഷെയ്ഡ്, അങ്ങനെ 2-3 ഷെയ്ഡുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഇത് പക്ക പ്യുവർ കോട്ടണിൽ വരുന്ന ഐറ്റം ആണ് വരുന്നത്. ഇനി വരുന്നത് ഇത് 3 പീസ് സെറ്റാ.
കാഷ്വൽ വിയറിന് വേണ്ടി. ഇത് ഒരു പിസ്തയും പിങ്കും കൂടിയിട്ടുള്ള ഒരു ഗ്രീന്, പിസ്ത ഗ്രീൻ അതുപോലെ പിങ്കും കൂടിയിട്ട് ചെറിയ ചെറിയ വർക്കും കൂടി ഇതിൽ കയറിയിട്ടുണ്ട്. പിന്നെ ജോർജറ്റ് ഷോള്. ആ അത് ഡബിൾ ഷെയ്ഡാണ് കേട്ടോ. ഡബിൾ ഷെയ്ഡ്. അത് സൈഡിൽ ഇങ്ങനെ ലേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ 3 പീസിൻ്റെ വരുന്നുണ്ട്. ശരിക്കും ഇത് ഇതിലേക്ക് വെച്ചാൽ ഇത് മാച്ചായി പോവും ആ കളർ അല്ലേ, കറക്റ്റ് പക്ക മാച്ചിങ് കളർ. പിന്നെ 2 പീസാ. ഇത് നമ്മുടെ ഒത്തിരി പോയ സാധനമാണ്. ഹോട്ട് സെല്ലിംഗ് ഐറ്റം. അങ്ക്രക്ക സ്റ്റൈൽ പോലെ ഒരു യോക്കിൽ അങ്ങനെ ഒരു വർക്ക്, ഒരു സിൽവറിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 2 പീസിൻ്റെ, അതും സിൽക്കി മെറ്റീരിയലാണ് ഇത് വരുന്നത്. മസ്ലിൻ പോലെയാണ് ഫീൽ ചെയ്യണത്, പക്ഷേ സിൽക്കി ആ ഒരു ഷൈനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന്. പിന്നെ ഇത് ലൈനിങ് അടക്കാണ്. യെസ്, വിത്ത് ലൈനിങ് അടക്കാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇതും ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ പെടുത്താം നമുക്ക്. അങ്ങനെ കുറച്ച് പ്രീമിയം കളക്ഷൻസ്. പിന്നെ വരുന്ന ഐറ്റം എന്ന് പറയുമ്പോൾ ഇത് 3 പീസാ. 3 പീസ് മീൻസ് ചെറിയൊരു വർക്കുണ്ട് നെക്കിൻ്റെ അവിടെ, യോക്കിൽ അല്ലേ. യോക്ക്. പിന്നെ അതിൽ ദുപ്പട്ടയും പിന്നെ പാൻറ്റും. അങ്ങനെ മൽമൽ കോട്ടൻ്റെ ദുപ്പട്ട തന്നെ വരുന്നത്. ഇപ്പോൾ കാണിക്കലും മൊത്തം നമുക്കൊരു കോട്ടൺ, സിൽക്കി, മസ്ലിൻ, ഫാബ്രിക് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കുറേ ഉണ്ട് കാണിക്കുകയാണെങ്കിൽ തന്നെ കേട്ടോ. അപ്പോൾ സാരിക്ക് മാത്രമല്ല ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കുർത്തീസും 2 പീസ് 3 പീസ് വിത്ത് ഗൗൺ അടക്കാം എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പക്ഷേ ലേഡീസിനാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ കോട്ടണിലാണ്. ഇത് 3 പീസാ. കോട്ടണിൽ 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇത് പക്ക കോട്ടൺ തന്നെയാണ് വരുന്നത് കേട്ടോ. അതിൽ സെയിം ആ ഒരു ടോൺ ടു ടോൺ, വേറെ വ്യത്യാസമൊന്നുമില്ല. കോട്ടൻ്റെ തന്നെ ദുപ്പട്ട ഫുൾ ലെങ്ത്തും വെഡ്ത്തും ഒക്കെ കറക്റ്റ് പക്ക പെർഫെക്റ്റ്. അപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷൻ എവിടെയാണ് ശരിക്കും നമ്മൾ നിൽക്കുന്നത്? നമ്മുടെ ലൊക്കേഷൻ കല്ലൂർ മുത്തൂട്ട് റോയൽ ടവർ. ബിൽഡിങ്ങിൻ്റെ പേരാണ് കേട്ടോ മുത്തൂട്ട് റോയൽ ടവർ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഷോപ്പിൻ്റെ പേര്, ഷോപ്പല്ല ഷോറൂമിൻ്റെ പേര് അല്ലെങ്കിൽ ബുട്ടിക്കിൻ്റെ പേര് മൈലാഞ്ചി ബുട്ടീക്ക്. മൈലാഞ്ചി ബുട്ടീക്ക്. എന്ത് രസമല്ല കേൾക്കുമ്പോൾ തന്നെ. ഫസ്റ്റ് തന്നെ കേട്ടപ്പോൾ തന്നെ ഞാനും ഫ്ലാറ്റായി. കാരണം നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു പേരാണല്ലോ മൈലാഞ്ചി. അത് വെച്ചിട്ടൊരു ബുട്ടിക്ക് എന്ന് പറയുമ്പോൾ ഒരു രസമല്ലേ. പിന്നെ ഒരു വെറൈറ്റി ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് പറഞ്ഞ യങ്സ്റ്റേഴ്സിന് വേണ്ടി ഷോർട്ട് ടോപ്പ്, അത്ര ലോങ് ടോപ്പ് അല്ല. പിന്നെ പാൻറ്റ് പറഞ്ഞാൽ നമ്മുടെ ഈ സറാറ ഗറാറ പാറ്റേണിൽ പെപ്ലം ടോപ്പാണ് ഇത് ഫുൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ദുപ്പട്ടയുണ്ട്. ദുപ്പട്ട അതും അനാർക്കലി സ്റ്റൈലിലാണ് കേട്ടോ. കസ്റ്റമർ വന്നതിൻ്റെ ബഹളമാണ്, വേറെ ഒന്നും വിചാരിക്കണ്ട. അതിന് ഞങ്ങളിങ്ങനെ നോക്കിയത് എത്തിച്ചത്. അപ്പോൾ അതാ അനാർക്കലി സ്റ്റൈലിലാണ് ഇത് വരുന്നത്. അതിൽ ദുപ്പട്ട പിന്നെ സറാറ ഗറാറ കംപ്ലീറ്റ് ഒരു വൈറ്റ് ബേസിൽ ഫുൾ ഇതുപോലെ പ്രിൻറ്റ്. പിന്നെ ഇതൊരു ശരിക്കും പാവട ഇട്ട ഒരു ഫീലിംഗ് കിട്ടും. പക്ക സറാറ ഗറാറ മോഡലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുൾ കളക്ഷൻസ്. ഈ ഒരു സൈഡിൽ നിന്ന് എന്താ എടുക്കാനുള്ളത്? ഇവിടെ കുർത്തീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, 1 പീസ്. അതിൽ നിന്ന് ഒരു 2 ഒന്ന് എടുത്തേ. കുർത്തീസ് മാത്രം. ഇത് റയോണിലാണ് കേട്ടോ. റയോണിൽ സിംഗിൾ കുർത്തിയുടെ ഒരു കളക്ഷനാണ് വരുന്നത്. അതിലും ചെറിയ ചെറിയ വർക്ക്. എവിടെ നോക്കിയാലും യോക്കിൽ ചെറുതായിട്ട് ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽ കയറുന്നുണ്ട്. ഇത് നോക്കിയാൽ ഫുൾ ഗൗണില്ലേ. ഇതൊന്നും ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കിട്ടില്ലേ? ഇല്ല അല്ലേ. അത് വെറുതെ ഫ്ലവർ പർപ്പസ്, വെറുതെ ഫ്ലവർ ആയിട്ട് ഇങ്ങനെ കെട്ടിയിടാനുള്ള ഒരു പർപ്പസ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനി ഇത് ഡ്രോ സ്ട്രിങ് ആണ്, കെട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതും ഒരു മോഡലായി, ഗൗൺ മോഡൽ, ഫുൾ ഗൗൺ. പിന്നെ നമുക്ക് ആലിയ കട്ടിലുണ്ട്. ആലിയ കട്ട് ഒക്കെ ഇപ്പോഴും ട്രെൻഡാണ് കേട്ടോ. ആലിയ കട്ട് വിത്ത് വീനെക്ക് അത് കുറച്ച് ട്രെൻഡ് ഇപ്പോഴുമാണ്. അതും പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. അത് ഇതിലും സൈസസ് 5XL സൈസ് വരെ കിട്ടുമോ? കസ്റ്റമൈസ്ഡാ പറയുവാണെങ്കിൽ ഉണ്ടാക്കി തരും. അപ്പോൾ 5XL 6XL എത്ര വേണമെങ്കിലും ഉണ്ടാക്കി തരും. നമ്മുടെ മോസ്റ്റ്ലി ആലിയ കട്ട് എല്ലാം തീർന്നു. ഇത് ഒരു നല്ലൊരു ഐറ്റം ആയിരുന്നു. ഇത് മസ്ലിനിലാണ്. മസ്ലിനിൽ ആലിയ കട്ട് അതിൽ 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. ഇത് വിത്ത് പാൻറ്റ്, അങ്ങനെ 2 പീസ് ഒരു കോൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇത് ഈ മുകളിലിരിക്കുന്നത് എന്താ? സാരീസാ, കാഷ്വൽ വെയർ സാരീസ്. അതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. നമ്മൾ ആകെ പ്രീമിയം. ഇത് ലിനനിലാണ് കേട്ടോ വരുന്നത്. ലിനൻ്റെ സാരീസൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു. അതൊക്കെ ഇപ്പം ഞാൻ കണ്ടുപിടിച്ചു. ഫുൾ ലിനൻ്റെ വെറൈറ്റി പ്രിൻറ്റുകളായിട്ടുള്ളത്. പേസ്റ്റൽ വേണോ, ഡാർക്ക് വേണോ, അങ്ങനെ ഫുൾ ലിനൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഇത് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, കസവുള്ളത് വേണോ കസവില്ലാത്തത് വേണോ, അങ്ങനെ കുറേ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് നോക്കിയതേ. ഇത് ഫുള്ള് നമുക്ക് കാഷ്വൽ വെറൈറ്റി ലിനൻ്റെ മെറ്റീരിയലിൻ്റെ മാത്രം. കോട്ടണും ഉണ്ട്. കോട്ടൺ അടിപൊളി, ഫുൾ നല്ല നല്ല പ്രിൻറ്റുകൾ. അപ്പോൾ എന്തായാലും കുർത്തീസ് ഉണ്ട്, ഇതുണ്ട്, അതുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇനി അൺസ്റ്റിച്ചഡ് നമുക്ക് കാണിക്കണം. അപ്പോൾ എന്തായാലും ഞാനൊന്ന് മാറിയിട്ട് വരാം. എന്തായാലും
മാറി 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 ഒരു പരിവായി. കാരണം ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഏതൊക്കെ ഇടും എന്താ ഇടുന്ന ഒരു ഐഡിയ. എന്തായാലും വേറെ ഒന്നോട് മാറ്റിയിട്ട് വരാം അല്ലേ? ഒരു പാർട്ടി വെയർ കളക്ഷൻ പോലെ ആയാലോ? പോലെ ഞാൻ മാത്രം നിങ്ങൾ അതെല്ലാം ഇട്ടിട്ട് അവിടെ നിന്നാൽ മതി. ശരി, അപ്പം ഞാൻ മാറിയിട്ട് വരാം. ഓക്കെ. എന്നെ അതേ മൊഞ്ചത്തി ആക്കിയിട്ട് വീടുള്ള ഇഷ്ടം പോലെ ഡ്രസ്സുകൾ മാറി മാറി ഇങ്ങനെ ഇട്ട് കളിക്കുകയാണ് കണ്ടോ. അതും ഫുൾ നല്ല അടിപൊളി ഷേപ്പിൽ കിടക്കുന്ന ഒരു മസ്ലിനിൽ 2 പീസിൻ്റെ കോൺസെപ്റ്റ് അല്ലേ ഇത് വരുന്നത്? ഇത് 2 പീസിൻ്റെ ലാർജാണ് സൈസ് ഞാൻ വെയർ ചെയ്തേക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോണത് ഫുൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. അപ്പോൾ ഈ കാണുന്നത് മൊത്തം അൺസ്റ്റിച്ചഡ് അല്ലേ? മൊത്തം അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. അപ്പോൾ ഓരോന്നിടത്ത് കാണിച്ചാലോ? ഇത് നമുക്ക് വരുന്ന കോട്ടണിലായിരിക്കും. ഓക്കെ, ഇത് ഇതിൻ്റെ ടോപ്പ്, ബോട്ടം ബ്ലാക്ക് തന്നെ ആയിരിക്കും. ഇത് ഇതിൻ്റെ ദുപ്പട്ട പറഞ്ഞ കുറച്ച് വർക്കുള്ള ദുപ്പട്ടയാണ്. ഫുൾ ആപ്ലിക് വർക്ക് അല്ലേ? ആപ്ലിക് വർക്ക് ഇതാ ഇങ്ങനെ, അതും ആ ഒരു ബ്ലാക്കും ഗ്രേ ഷെയ്ഡിൽ മിക്സ് ആയിട്ട് വരുന്ന. അപ്പോൾ ഇതിൻ്റെ കൂടെ ബോട്ടം കൂടി ഇതിൻ്റെ വരുന്നുണ്ട്. അത് ബ്ലാക്കാണ് വരുന്നത് കേട്ടോ, ബോട്ടം വരുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക് ഇടയിലൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ ഇതും 3 പീസ് ഞാൻ തോന്നുന്നു. ഇതും 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. ഇത് കോട്ടയിൽ വരും. കോട്ടയിൽ ഫുൾ ഇതുപോലെ വർക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഇതിൻ്റെ ദുപ്പട്ടയിലും ഫുൾ ഇങ്ങനെ നല്ല അടിപൊളി ഷെയ്ഡ് അല്ലേ? അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത്. പിന്നെ വരുന്നത് 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിലും ഫുൾ ഇങ്ങനെ ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും എല്ലാം കൂടി അങ്ങനെ കയറിയിട്ടുള്ള ഒരു വർക്കാണ്. ശരിക്കും ഇത് നിവർത്തിയാൽ അതിൻ്റെ ഭംഗിയായിട്ടുള്ള കണ്ടോ. ഇതാണ് 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റിൻ്റെ ടോപ്പ് വിത്ത് ദുപ്പട്ട. പ്രിന്റഡ് ദുപ്പട്ടയാണ്. ദുപ്പട്ടയിൽ മൊത്തം ഇങ്ങനെ ഒരു പ്രിന്റ് 3D പ്രിന്റ് പോലെ ചെയ്തിരിക്കുക. ഒരു ഡിജിറ്റൽ സ്റ്റൈലിൽ ആ ഒരു വർക്കാണ് ഇതിൽ കയറിയിരിക്കുന്നത്. കളേഴ്സ് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. പിന്നെ വരുന്ന ഐറ്റം എന്ന് പറയുമ്പോൾ ഇത് ഓർഗൻസിലാണ് കേട്ടോ വരുന്നത്. ഓർഗൻസിൽ കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വാവ്, സൂപ്പറാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ടോപ്പിൻ്റെ ആ യോക്ക് പോർഷനിലൊക്കെ നോക്കിയാൽ നല്ല വർക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ ദുപ്പട്ട നോക്കിയാൽ നല്ല ഓർഗൻസ ദുപ്പട്ടയിൽ ഫുൾ വർക്ക് അല്ലേ? കണ്ടോ, ഇങ്ങനെ നല്ലൊരു ബേബി. അതിൻ്റെ കോൺട്രാസ്റ്റ് ആണ് കേട്ടോ പാൻറ്റ് വരുന്നത്. പാൻറ്റിലും നല്ല കോൺട്രാസ്റ്റ് ആകുമ്പോൾ ആ ഒരു പിങ്കും ഈ കളറൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയല്ല കാണാനായിട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ. പിന്നെ അടുത്തത് ഇത് നമ്മുടെ പീകോക്ക് കളറാണ്. പീകോക്കിൻ്റെ ഷെയ്ഡിൽ അതും 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. അൺസ്റ്റിച്ചഡ് മെറ്റീരിയലാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം. അതിൽ ദുപ്പട്ട ഈ കാണുന്നതാണ് ദുപ്പട്ട. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ഫുൾ ഇങ്ങനെ പറയാം. ഇപ്പോൾ അൺസ്റ്റിച്ചഡ് ഒക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ എങ്ങനെ വരിക? ഏകദേശം 1200 സ്റ്റാർട്ടിങ്. അതും റീറ്റെയിലാണ് കേട്ടോ, അത് ആലോചിക്കണം. റീറ്റെയിലാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും വരുന്നത് നമുക്ക് 3 പീസിൻ്റെ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ പാൻറ്റിൻ്റെ കളർ വരുന്നത് കണ്ടോ. പിന്നെ ടോപ്പ് നോക്കിയേ, അതിൽ ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. ദുപ്പട്ട വരുമ്പോൾ നമുക്ക് ഫുൾ ഓവറോൾ ആ ഒരു കോൺട്രാസ്റ്റ് രീതിയിൽ എന്താ രസമല്ലേ? ഏതാ ഭംഗി? എല്ലാം ഭംഗിയാ. ഇതൊക്കെ നമ്മുടെ മൈലാഞ്ചിലത്തെ അല്ലേ, ഭംഗിയില്ലാണ്ടിരിക്കുമോ? ഇത് വരുമ്പോൾ അതിനേക്കാളും വെറൈറ്റി. ഇതും ഓർഗൻസിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ഓർഗൻസിൽ ഫുൾ ഹാൻഡ് വർക്കാണ് ഈ കാണുന്നത്. മൊത്തം നമുക്ക് ഹാൻഡ് വർക്കാണ്. ദുപ്പട്ട ഒന്ന് ഓപ്പൺ ചെയ്തേ. ഇതാ ഇതിൻ്റെ ടോപ്പ് പോർഷൻ, അതിൽ യോക്കിൽ വർക്ക്. അതിൻ്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ദുപ്പട്ടയിലും ഫുൾ ഓർഗൻസ് തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. അത്യാവശ്യം നല്ല വർക്കും കയറിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ ചെറിയ സെൽഫ് ഡിസൈൻ കൂടിയും കൊടുത്തിട്ടുണ്ട് ആ ഒരു ടോപ്പിന് പോർഷൻ. ദുപ്പട്ട ഇത് പാൻറ്റ് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ. അങ്ങനെ വർക്കുകൾ ഞാൻ പെട്ടെന്ന് കാണിക്കാം. കുറേ ഉണ്ട് കാണിക്കാനായിട്ട്. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഓ, എങ്ങനെയത് നിവർത്താണ്ടിരിക്കുക? ഓരോന്ന് കാണിക്കുമ്പോൾ നിവർത്താണ്ട് പോകാൻ പറ്റില്ല. അതേപോലത്തെ വെറൈറ്റി. പിന്നെ കുറേയൊക്കെ ഇവരുടെ ഓൺ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള വർക്ക് എന്ന് വെച്ചാൽ ഓൺ ഡിസൈനർ പീസും കൂടി ഉണ്ട് ഇവിടെ. ഇത് നോക്കി നല്ലൊരു ഹാൻഡ് വർക്കിൽ വരുന്ന പ്രിറ്റി ദുപ്പട്ട. ഓർഗൻസിൽ അതിൽ ഫുൾ ചെറിയ ചെറിയ ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്, പക്ഷേ ഇതിൻ്റെ വർക്ക് കുറച്ച് വ്യത്യാസമുണ്ട് കണ്ടോ. കുറച്ച് മാറ്റങ്ങളുണ്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ അടുത്ത യോക്കിലത്തെ വർക്ക് ഈ കളർ നല്ല അടിപൊളി കളറല്ലേ? നല്ല. ഇതിൻ്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിലാ ദുപ്പട്ടയിൽ വരുമ്പോൾ സീക്വൻസ് വർക്കും ലേസ് വർക്കിൻ്റെ ഡീറ്റെയിലും കൂടിയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്കിതിൻ്റെ യോക്കാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമായത്. നല്ല ഭംഗിയുള്ള യോക്ക് കണ്ടോ. അതിൽ ആ കളർ കോമ്പിനേഷൻ ഒന്നുകൂടി നന്നായിട്ടുണ്ട്. പിന്നെ ഇത് മിറർ വർക്കില്ല, ഇതിൽ മിറർ വർക്ക്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു ഗോൾഡിൻ്റെ വർക്ക്. ഇത് ഫുൾ വീവിങ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് ഒറിജിനൽ
മിറർ വർക്ക്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട ഫുൾ ഓവറോൾ ഉണ്ട് കേട്ടോ. ഇതാ ഫുൾ ഓവറോൾ ഇതുപോലെ വീവിങ് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ബൂട്ട വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി ലുക്കാണല്ലോ. ഇതൊരു പിച്ച്വായി പ്രിൻ്റാണ്. ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് പിച്ച്വായി പ്രിൻറ്റ്. വാവ് അല്ലേ, അടിപൊളി ദുപ്പട്ട അല്ലേ, സൂപ്പർ. അപ്പോൾ ഏതൊക്കെ മോഡൽ വേണ്ടതൊക്കെ ഉണ്ട്. പിന്നെ കുറേയൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള മോഡൽസും ഉണ്ട് അല്ലേ. ഇത് ഓർഗൻസയിലാണ്. ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. ആരാ ഇഷ്ടപ്പെടാത്തത്? എല്ലാവർക്കും ബ്ലാക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതാ ഓർഗൻസയിൽ ഫുൾ ത്രെഡ് വർക്കാണ് ഓവറോൾ വന്നിരിക്കുന്നത്. അത് ശരിക്കും നമുക്ക് ആ ഒരു ലക്നൗവി സ്റ്റൈലിലാണ് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. അതിൽ ഓവറോൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ബൂട്ട വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറയുമ്പോൾ ഓർഗൻസയുടെ ദുപ്പട്ട, അതിലും ഫുൾ ഓവറോൾ ഈ ഒരു ഫുൾ വർക്ക് കണ്ടോ. എവിടെ നോക്കിയാലും വർക്ക്. ഓർഗൻസയിലാണ് കേട്ടോ ദുപ്പട്ട വരുന്നത്. പിന്നെ നമ്മുടെ ഷിമ്മർ ടിഷ്യൂല് ഒരു ബനാറസി സ്റ്റൈലാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. പക്ഷേ ടോപ്പ് അയ്യോ ഇത് പൊട്ടിച്ചോട്ടെ. ഇതിൽ ഒരു ടിഷ്യൂവിൻ്റെ മെറ്റീരിയലിൽ യോക്കിൽ ഈ വർക്ക് അതുപോലെ സ്വീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബനാറസി സ്റ്റൈലാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. അതും ഡബിൾ ഷെയ്ഡാണ് കേട്ടോ ഈ ഫുൾ വർക്ക് കയറിയിരിക്കുന്നത് കണ്ടോ. നല്ല അതും വീവിങ് ആണിത് അല്ലേ. ഒന്നും പറയാല്ലേ? വീവിങ്ങാ? വീവിങ്ങാ. ഇങ്ങനെ ഞാൻ വേണ്ടില്ല പറഞ്ഞോ. ഇല്ല പറഞ്ഞോ. ഇത് നമുക്ക് ഓണംൻ്റെ ഫുൾ സെറ്റാണ്. ഇതിന് ബോട്ടം ഉണ്ട്, ടോപ്പും ഉണ്ട്, പിന്നെ ദുപ്പട്ടയും ഉണ്ട്. ഇപ്പം ഒരാൾക്ക് സ്വന്തം സൈസിൻ്റെ കിട്ടാതിരിക്കുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ അപ്പോൾ ശരിക്ക് ഇത് വേണമെങ്കിൽ മുകളിലത്തെ പോർഷനിൽ യോക്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ദാമനായിട്ട് യൂസ് ചെയ്തിട്ട് അടിയിലത്തെ അല്ലെങ്കിൽ സ്ലീവിൽ വെക്കുക. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എപ്പോഴും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ചുങ്കിടി. എപ്പോഴും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവം കേട്ടോ. അതിൽ ബ്ലാക്കും യെല്ലോ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് വരുന്നത് ബ്ലാക്ക്, അതിൽ ചുങ്കിടിയിലെ ഫുൾ വർക്ക്. പിന്നെ വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട യെല്ലോ. എന്ത് രസമല്ലേ യെല്ലോ. അത് ബോട്ടം അതിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതാ ചെറിയൊരു വർക്ക് വൈറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ ത്രെഡ് വർക്കും ബോട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട നല്ല മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടയാണ് വരുന്നത്. കണ്ട ആഹാ എന്താ രസമല്ല. ആ യെല്ലോ കളർ വന്നപ്പോൾ നമ്മളെല്ലാവരും സുന്ദരികളായി ഇല്ലേ, ബ്രൈറ്റ്നെസ് കൂടിയില്ലേ. അതാണ്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് യെല്ലോ എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു കളർ. ഇതിൽ തന്നെ കളറോ അങ്ങനെ മാറുമോ? യെല്ലോയിൽ പകരം റെഡ് അങ്ങനെ ഉണ്ട്, കിട്ടും. അപ്പം കിട്ടും, സമാധാനമുണ്ട്. ഓക്കെ, അടുത്തത് ഇത് ഇൻഡിഗോയിലുള്ള ഒരു സെറ്റാണ്. അതും ലിനനിൽ 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ്. അതിൽ ഫുൾ സിൽവറിൻ്റെ ചെറിയ ഇടയ്ക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ലിനനിൽ തന്നെ ഇങ്ങനെ ഫുൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രിൻറ്റ് ബോട്ടം വിത്ത് ദുപ്പട്ടയുടെ എൻഡിലും ഇതുപോലെ തന്നെ ആ ഒരു സിൽവറിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതാണ് വർക്ക് വരുന്നത്. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഫുൾ കാണിക്കാതിരിക്കണം, എല്ലാം കാണിക്കാൻ പോസിബിൾ അല്ല. ജസ്റ്റ് പുറത്തുനിന്ന് ഇത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഓർഗൻസർ, അതിൽ ത്രെഡ് വർക്കിൻ്റെ സ്വീക്വൻസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇതാ അടുത്തത് കണ്ടോ. ഇത് കുറച്ച് ഹെവി പീസാണല്ലോ. ഇത്തിരി അല്ല, കുറച്ച് കൂടുതൽ ഹെവിയാണ്. ഇത് ഓവറോൾ നമുക്ക് ടോപ്പ് തയ്ക്കാം, അല്ലെങ്കിൽ ഗൗൺ തയ്ക്കാം, എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന്. ഇതിപ്പോൾ 3 പീസ് അവർ സെറ്റ് ചെയ്ത് തന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ഐഡിയയിൽ. പക്ഷേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് ടോപ്പിലേക്ക് കെട്ടിയിട്ട് ഇത് പാവാടയായിട്ട് ഇത് ദാവണി സ്റ്റൈൽ ചെയ്യാം. ഞാൻ ഐഡിയ പറഞ്ഞൊന്നുമില്ല, പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് ഐഡിയ കിട്ടിയില്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഒക്കെ ഐഡിയ ഇവരുടെ ഐഡിയ ആണ് കേട്ടോ. ഓൺ ഡിസൈനർ ടീമുകൾ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ബനാറസിനെ ഉണ്ട്. ബനാറസ് ഹൈ റേഞ്ച് മെറ്റീരിയൽ ആണ്. അത് വൺ സ്റ്റിച്ചഡ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇത് ടോപ്പ് ബോട്ടം ഈ ഒരു പ്ലെയിനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ജോർജറ്റിലാണ് കേട്ടോ. ചെറിയ സ്വീക്വൻസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ ബനാറസിൽ തന്നെ ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻ വിത്ത് ദുപ്പട്ട. അങ്ങനെ ബനാറസിൻ്റെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് അല്ലേ. കുറച്ച് പീസ് ഉണ്ട്. ഇതൊക്കെ ഫുൾ ബനാറസി ആ ഒരു സ്റ്റൈൽ. ഇതിൽ കോൺട്രാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഷിബോരിയുടെ ദുപ്പട്ട ഇടയ്ക്ക് ഒരു ഗോൾഡിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കിതാ ബനാറസി സ്റ്റൈലിലുള്ള ഒരു അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇത് ഫുൾ ആ ഒരു ബനാറസിയിൽ തന്നെ
കോൺട്രാസ്റ്റ് വേണോ, കോൺട്രാസ്റ്റ് അല്ലാത്തത് വേണോ, ഇതൊക്കെ അതിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ആണ്. റേറ്റ് റീറ്റെയിലാണ്. റീറ്റെയിലിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡയറക്റ്റ് വിളിച്ച് നോക്കിയാൽ, കാരണം എല്ലാത്തിനും പീസ് നമ്മളെടുത്ത് പറയാം. കാരണം ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ റേറ്റ് ഇപ്പം ഞാൻ പറയണില്ല, അത് നിങ്ങൾ നേരിട്ട് വിളിച്ച് ചോദിച്ചോളൂ, അതായിരിക്കും ബെറ്റർ. അപ്പോഴല്ലേ കറക്റ്റ് എക്സാക്ട് റേറ്റ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് കാഷ്വൽ വെയറിന് വേണ്ടി ഉള്ള 3 സെറ്റ് പീസാണ്. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, അതിൽ കോൺട്രാസ്റ്റ് ആണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്, ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. പിന്നെ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് മിക്സ് കളർ പിങ്ക് ആൻഡ് ഗ്രീൻ മൾട്ടി ഷെയ്ഡ്. മൾട്ടി ഷെയ്ഡിൽ. അപ്പോൾ ദുപ്പട്ട എങ്ങനെയായിരിക്കും ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ നമുക്ക് ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ സിമ്പിളായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത്. നല്ലൊരു ലിനൻ മെറ്റീരിയൽ, അതിൽ ഇടയ്ക്ക് ഫോയിൽഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പാൻറ്റ് വരുമ്പോൾ കോട്ടൺ, ദുപ്പട്ട ഈ ഒരു പോർഷനിൽ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടൻ്റെ എൻഡിൽ നമുക്ക് ആ ഒരു പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെയിം മെറ്റീരിയൽ ആണ്. സെയിം മെറ്റീരിയലാണ്, ഡിഫറെൻറ്റ് പ്രിൻറ്റുകളാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഡിഫറെൻറ്റ് വർക്കുകളുണ്ട്, പ്രിൻറ്റുകളുണ്ട്, അങ്ങനെ അതായത് അൺസ്റ്റിച്ചഡ് കോട്ടണിൽ ഇതാ, ഇത് കോട്ടണിലാണ്. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. പിന്നെ വരുന്നതും ഫോയിൽ പ്രിൻറ്റിൽ തന്നെ, നമുക്കൊരു ക്യാപ്സൂൾ പ്രിൻ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇതിലാണ് വരുന്നത്. അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഈ കൊടുത്തിരിക്കുന്ന മോഡൽസ്. പിന്നെ ഇത് വെറൈറ്റീസ്, ഇത് ഫുൾ അൺസ്റ്റിച്ചഡ് തന്നെയാണ് വരുന്നത്. ഇത് ഫുൾ അൺസ്റ്റിച്ചഡ്, നമുക്ക് എല്ലാം കാണിക്കാൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട്. ഇതെന്താ സംഭവിക്കുന്നത്? ഇത് നമ്മൾ ആക്ച്വലി ടോപ്പിന് വേണ്ടി മാത്രം വെട്ടി ഇരിക്കുന്ന കുറച്ച് 2.5 മീറ്ററിന്റെ ടോപ്പ് തയ്ക്കാൻ വേണ്ടി മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കലങ്കാരി, ഇക്കത്ത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സിംഗിൾ ഒരു പീസാണ്. അത് ആവശ്യമനുസരിച്ചിട്ട് നമുക്ക് 2.5 മീറ്ററിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ ആവശ്യമനുസരിച്ചിട്ട് നമുക്ക് ഇത് മാത്രം ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ കുറേ അത് അജ്രക്കുണ്ട്, കാന്തേരയുണ്ട്, അങ്ങനെ വെറൈറ്റീസ്. കലംകാരിയിലുണ്ട്, ഇൻഡിഗോ ഷെയ്ഡിലുണ്ട്. കണ്ടോ, ഇതൊക്കെ അതിൻ്റെ പല പ്രിൻസ് ഒക്കെ 2.5 മീറ്ററിൻ്റെ കട്ടുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഡിഫറെൻറ്റ് കലംകാരിയുടെ, ഇൻഡിഗോൻ്റെ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് വേണോ, ഗ്രേ വേണോ, അങ്ങനെ എല്ലാ തരം പ്രിൻസ്. ഇതൊക്കെ അതിൻ്റെ പല പ്രിൻസാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, അതിൻ്റെ ഭയങ്കര സോഫ്റ്റാണ്. ഈ മെറ്റീരിയലൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ ഇതെന്താ അടിപൊളിയാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഇതൊന്നും എടുത്ത്, ഇത് മോഡലല്ലേ? ഇത് നമ്മുടെ മോഡൽസ് ഇതൊക്കെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചാൽ ഇത്രയും നല്ല പ്രീമിയം കളക്ഷൻ. കണ്ടോ, കയ്യിൽ തന്നെ നിൽക്കണില്ല, ആടി പോവാ. മോഡലിൻ്റെ സാരിയും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നോർമൽ എല്ലായിടത്തും കിട്ടുന്നത് കൊണ്ട് നമ്മളത് ഫസ്റ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതെല്ലായിടത്തും ഉള്ളതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത് ഇവിടെയും ഉണ്ട് മോഡലിൻ്റെ വെറൈറ്റീസ്. അതും പ്രീമിയം ക്വാളിറ്റി. പ്രീമിയം ക്വാളിറ്റിയിൽ എത്ര വെറൈറ്റീസ് ഉണ്ട് നോക്കിയാൽ. പ്രീമിയം ക്വാളിറ്റിയിൽ ഇതൊക്കെ മോഡലിൻ്റെ സാരീസാണ് കേട്ടോ. കണ്ടോ, ഒരെണ്ണം നിവർത്തി കാണിച്ചാലല്ലോ അതിൻ്റെ ഭംഗി അറിയുള്ളൂ. ഇത് ഞാനിത് തന്നെയാണ് കാണിക്കാൻ വന്നത്. ഇത് നമ്മൾ കാണാത്ത ഒരു വർക്കാണ് കേട്ടോ. കണ്ടോ, മോഡലിൻ്റെ സാരീസും ഇവിടെ കിട്ടും. കണ്ടോ, നോർമലി നമ്മൾ എല്ലാ ഷോപ്പിൽ പോകുമ്പോൾ മോഡൽ എന്ന് പറയുമ്പോൾ കൂടുതൽ ഈ വെജിറ്റബിൾ കളേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു മറൂൺ ഷെയ്ഡ്, റെഡ്, ബ്ലൂ ഷെയ്ഡ്, അല്ലെങ്കിൽ ബ്ലാക്ക് മറൂൺ, ബ്ലാക്ക് റെഡ്, ആ ഒരു കോമ്പിനേഷനിൽ വരാം. പക്ഷേ ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള വർക്ക് അത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല കേട്ടോ. അത് ഇവിടെ മാത്രമേ കണ്ടുള്ളൂ. നോർമലി നമുക്ക് ഇത് ഇങ്ങനത്തെ കളേഴ്സൊക്കെ കൂടുതൽ എല്ലായിടത്തും ഉണ്ടാവാറുള്ളത്. പക്ഷേ മോഡലിൽ തന്നെ ഇത്രയും അധികം വർക്ക് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് സന്തോഷം. പിന്നെ നമുക്ക് ഇൻഡിഗോ സാരീസും ഉണ്ട്. ഇൻഡിഗോയിൽ വരുന്നത് ലിനനിൽ ഇൻഡിഗോ അതിൻ്റെ പല പ്രിൻറ്റ്സാണ് ഈ കാണുന്നത് കേട്ടോ. ലിനനിൽ ഇൻഡിഗോ, അതിൽ പല പ്രിൻറ്റ്സ്, അതിൽ ബാട്ടിക്ക് വരുന്നുണ്ട്, പല പ്രിൻറ്റ്സ് ഉണ്ട്, ബ്ലോക്ക് പ്രിൻറ്റ്, അങ്ങനെ വെറൈറ്റീസ്. പിന്നെ ഇത് കോട്ട കളക്ഷൻ സാരീസ് ആണ്. കോട്ടയിൽ ഡിഫറെന്റ് ഡിസൈൻ. ഇത് എംബ്രോയിഡറി ചെയ്ത ഒരു കോട്ട സാരിയാ. ഓക്കെ, ഇത് നമ്മൾ ഇത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മാഡം കാണിച്ച സമയത്ത് ഈ കുട്ടി ഉണ്ടായിരുന്നില്ല, അതായിരുന്നു നമുക്ക് മിസ്സായി പോയത്. അപ്പോൾ അത് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്, ഞാൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് കുർത്തീസ് കാണുന്നുണ്ട്. ഈ കുർത്തീസ് ഒന്ന് കാണിച്ചു കൊടുത്താലോ? ഓക്കെ, ഈ കുർത്തീസ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള ഡെയിലി വെയർ കുർത്തീസാണ് പറഞ്ഞാൽ. നോർമൽ ഒരു റയോണിൽ ചിക്കൻകാരി വർക്ക്. പിന്നെ പറഞ്ഞോ, ഇത് കോളറുള്ള ഒരു കുർത്തിയ എ ഷേപ്പ് ഉണ്ട് ഇതിൽ. ഓക്കെ, ജനറലി ഇപ്പോൾ ആൾക്കാർ എ ഷേപ്പ് പ്രിഫർ ചെയ്യണുണ്ടോ ഒത്തിരി. സോ അതിലൊരു വെറൈറ്റി ആയത് വെറൈറ്റീസാണ്. അങ്ങനെ കുർത്തീസിൻ്റെ വെറൈറ്റീസ് ജസ്റ്റ് ഇങ്ങനെ ഓടിപ്പിച്ച് കാണിക്കാം. കുറേ കളക്ഷൻസ് കാണിക്കാൻ നമ്മുടെ കൈ കുറച്ച് കോഡ് സെറ്റും ഉണ്ട്. ഓക്കെ, അതിപ്പോൾ ഫാഷൻ ഇവിടെ മീൻസ് ചെറിയ ഷോർട്ട് ടോപ്പ് ആയിരിക്കും. പിന്നെ ഒരു പെൻസിൽ പെൻ പോലെ
ബോട്ടം ആയിരിക്കും. ഇത് വരുമ്പോൾ നമുക്ക് ഒരു യോക്കിൽ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ഒരു എംബ്രോയ്ഡറിയുടെ വർക്ക്. അതുപോലെ തന്നെ ഇത് ടിഷ്യൂല് ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ വർക്കാണ് ഇതിൽ കയറി വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതും കോളറിൻ്റെ ഒരു സ്റ്റൈലിൽ തന്നെ ഇത് 2 പീസ് കോഡ് സെറ്റ് 2 പീസിൻ്റെ ഇതും ഇവിടെ ഉണ്ട്. കോഡ് സെറ്റിൻ്റെ 2 പീസിൻ്റെ ഒരു കളക്ഷൻ, നോർമൽ കോട്ടണിൽ വരുന്ന ഒരു കളക്ഷൻ, പിന്നെ ഇത്രയും നല്ല കളക്ഷൻ ഒളിപ്പിച്ച് വെച്ചു കാണിക്കി. ഇത് നെക്കിൽ എംബ്രോയിഡറി ചെയ്ത് ചിക്കൻ കറി എംബ്രോയിഡറി ചെയ്തിരിക്കുക. സിമ്പിളാ, ഒരു ഡീസെൻറ്റ് കളറുള്ള ഒരു കുർത്തിയാണ്. ഇത് കൂടാണ്ട് നോർമൽ ആയിട്ടുള്ള നമുക്ക് ഓണത്തിന് പറ്റിയിട്ടുള്ള കളക്ഷൻസ്, അതിൽ വീനക്ക് വേണോ, പ്രിൻറ്റ് വേണോ, മ്യൂറൽ പ്രിൻറ്റിൽ വേണോ, പാച്ച് വർക്കിൽ വേണോ, ഇങ്ങനത്തെ പറയാം. അത് കോട്ടണിലുണ്ട്, ടിഷ്യൂലുണ്ട്. ഇതൊക്കെ നമുക്ക് ഓണം കളക്ഷൻസ് വരുന്നത് കുർത്തീസിൽ തന്നെ കേട്ടോ. ഇത് ബാത്തിക്കിൽ വരുന്ന ഒരു കുർത്തിയാണ്. ചൈനീസ് കോളറിൽ ചൈനീസ് കോളറിലാണ് വരുന്നത്. പിന്നെ ഇതും ഓണത്തിന് പറ്റിയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ തന്നെയാണ്. കേരള ട്രഡീഷണൽ വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലൈൻ ഉള്ളത്, പ്ലെയിൻ ഉള്ളത്, സ്ട്രൈപ്സ്. ഇതിൽ റയോണിൽ ചിക്കൻ കറി കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഇവിടെ, ഇത്രയും ഫേമസ് ആണ്. ഇതാ പിന്നെ വരുന്ന വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇതാ ഇതൊക്കെ സിംഗിൾ കുർത്തിയാണ് ഇത് വരുന്നത് കേട്ടോ. സിംഗിൾ കുർത്തീസിൽ പല പല പ്രിൻറ്റ്സ്, പല പല മോഡൽസ്. ഇത് 2 പീസിൻ്റെ സെറ്റ്. 2 പീസ് അല്ല, ഇത് 3 പീസാണ് കേട്ടോ. അത് സൈസസ് ഒക്കെ ഒരു 5XL 6XL സൈസ് വരെ ഉണ്ടാവില്ല അല്ലേ? 5XL 6XL സൈസ് വരെ ഉണ്ടാവും. ഇതൊക്കെ കോഡ് സെറ്റ്. പ്രിൻസസ് കട്ടാണ് വരുന്നത്. കോഡ് സെറ്റ് അല്ല, ഒരു എ ലൈനിൽ നടുക്കിൽ ഒരു ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, പക്ഷേ പ്രിൻസസ് കട്ടാണ് വരുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ ഒരു വി നെക്കിൽ സിമ്പിൾ, ഇത് സിംഗിൾ ഒരു കുർത്തിയാണ് കേട്ടോ. കണ്ടോ അതിൻ്റെ വെറൈറ്റീസ്. ഇതൊരു ഗൗൺ മോഡൽ, അതിൽ ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സിംഗിൾ പീസായിട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാഡത്തിനെ ഒന്ന് അന്വേഷിച്ചിട്ട് ഒരു ബായ് പറയണ്ടേ. മാഡം എവിടെ പോയി? മാഡം വന്നാ എവിടെ പോയി? ഞാൻ കിടന്ന് തപ്പാൻ കിടക്കണം. മാഡം എവിടേക്കോ പോയിട്ടുണ്ട്. എന്തായാലും നോക്കട്ടെ മാഡത്തിന്. ഇതും കൂടെ ഒന്ന് കാണിക്കാവോ എന്ന്. മാഡം എവിടെയായിരുന്നു? ഇങ്ങോട്ട് വാ, ഞാൻ ഈ മൈക്കൊന്ന് ഇങ്ങോട്ട് വെച്ചോട്ടെ. കണ്ട കുർത്തീസിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ ആളൊരു സാരി മാറി ഒരു പോക്കാ പോയി. എവിടേക്ക് പോയത്? എവിടേക്കോ പോയി. നമ്മളോടൊപ്പം വെളിപ്പെടുത്താൻ തയ്യാറല്ല. അപ്പോൾ ഇതെന്താ സംഭവം? ഇത് സെറ്റാ. അത് 3 പീസ് സ്റ്റിച്ച് ചെയ്യാനുള്ള അൺസ്റ്റിച്ച്ഡ്. ഓ ഇക്കത്തിന്റെ ഇത് മുഴുവൻ ഇക്കത്തിന്റെ. ഇത് ഫുൾ ഇക്കത്തിന്റെ ആണ് കേട്ടോ. അൺസ്റ്റിച്ച്ഡ് ടോപ്പ് ബോട്ടം ഷോള് എല്ലാം ഉണ്ട്. അത് വ്യത്യാസത്തിൽ ബോട്ടം പ്ലെയിന്, പിന്നെ ടോപ്പും ഷോളായിട്ട് വരുന്നത്. അതിന്റെ പല 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 കളേഴ്സ് ആണ് അതിന്റെ. ഇക്കത്തിന്റെ മാത്രമായിട്ട്. ഇക്കത്തിന് എല്ലാവർക്കും ഇഷ്ടം. ഇപ്പൊ ഇക്കത്ത് ഒത്തിരി ചോദിച്ചോണ്ട് വരും. സാധാരണ ചൂടുകാലം ആകുമ്പോഴാണ് എല്ലാവർക്കും ഇത് കൂടുതലും വേണ്ടിയത്. പക്ഷെ ഇത് ഓൾ ടൈം 365 ഡേയ്സ് എന്നാലും പോകും ഇഷ്ടം പോലെ. കാരണം ഇക്കത്തെന്നൊക്കെ പറയുമ്പോ എപ്പോഴും ട്രെൻഡ് ഉള്ളത്. ഇക്കത്ത് മോഡല്, പിന്നെ ചുങ്കിടി, ഇതൊക്കെ എപ്പോഴും ട്രെൻഡുള്ള ഒരു സംഭവം. അപ്പോൾ ആ ട്രെൻഡ് കോട്ടൺ കാണുന്ന മുഴുവനും ശരിക്കും ജയ്പൂരിയും തന്നെ അവരുടെ മെയിൻ സെന്ററിൽ തന്നെ ഉള്ളതായത്. ഡയറക്റ്റ് മാനുഫാക്ചറിങ് സെന്ററിൽ നിന്നുള്ളത്. അവരുടെ ആ കോട്ടനാ ശരിക്കും നല്ല സോഫ്റ്റ്. പിന്നെ നമ്മുടെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എവിടെ ഇരിക്കുന്നത്? അത് തന്നെ ഇതാണ്. ഇതാണ് നമ്മുടെ ഡിസൈൻ ചെയ്തിട്ട്. അത് സാരി പോലെ തന്നെയാണ് ഒരു ഡിസൈനിങ് ചെയ്തേക്കുന്നത്. ഇത് വേണ്ട, ഇതിപ്പം ടോപ്പ്. ഇത് ഞാൻ പിടിക്കാം. അത് ഓക്കെ, കാണിച്ചോളൂ, ഞാൻ പിടിക്കാം. ഇത് ബനാറസി സ്റ്റൈലില്. ഇതിന്റെ ടോപ്പ് വരുമ്പോൾ ഇത് ബനാറസി സ്റ്റൈല്. എന്നിട്ട് അതിന്റെ ബോട്ടം വരുമ്പോൾ ഒരു കോട്ടൺ ടൈപ്പ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആൻഡ് കംപ്ലീറ്റ് വേറെയാണ് ഷോള്. 3 ഡിഫറെന്റ് ടൈപ്പ്. അതപ്പം നമ്മൾ തന്നെ അത് ചെയ്യുക. അത് സ്വന്തമായിട്ട് സാരിയിൽ മാത്രമല്ല, ഒരു ട്രയൽ പീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ സെറ്റുകളിലേക്ക്. ഇതിപ്പം ഞാൻ സാരിയെ ചെയ്ത പോലെ തന്നെ കട്ട് വർക്ക് ഇവിടെ കഴുത്തേ ചെയ്തിട്ട്, ഇത് സിൽക്കേ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു കോട്ടൻ്റെ പ്ലെയിൻ ഇതും, ആൻഡ് ഇത് നെറ്റഡ് ഷോളും കൊടുത്തേക്കുന്നത് ആ ചേരുന്നതനുസരിച്ച്. ദമനിലും ഈ ഒരു കട്ട് വർക്ക് ഇവിടെ താഴെയും വരും, അതിന്റെ കഴുത്തിലും ഈ ഒരു പോർഷനിലും വരുന്നതായിട്ട്. അങ്ങനെ ഇതൊക്കെ 1-2 പീസ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഇൻ കേസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് വരുവാണെങ്കിൽ ഞങ്ങളത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് കോൺട്രാസ്റ്റ് ആ ഉദ്ദേശിക്കുന്നത്. ഇത് സിൽക്കിന്റെ ടോപ്പ്, കോട്ടൺ ബോട്ടം, ആൻഡ് കസവിന്റെ ദുപ്പട്ട, അങ്ങനെ കോൺട്രാസ്റ്റിൽ വന്നിട്ടുള്ള ഒരു. ഇതൊക്കെ ഓൺ ഡിസൈനർ പീസ് ചെയ്യുന്നതാ അതൊക്കെ. പിന്നെ വരുന്ന ഐറ്റം ഇത് കാണിക്കാം.
ഇത് വരുന്നത് നമുക്ക് ചിക്കുവിൻ്റെ ഒരു ഷെയ്ഡ് അതിൽ ഈ ഒരു ഇത് ശരിക്കും ഒരു സെമി റോ സിൽക്കിന്റെ ഇതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ടോപ്പായിട്ട് വരുന്നത്. ഇത് പ്രിന്റ് അല്ല കേട്ടോ, ശരിക്കും വീവിങ് വീവിങ് പ്രിന്റ് അല്ല കേട്ടോ, വീവിങ് ചെയ്തിരിക്കുന്നത്. അതെ, അത് ഫുൾ ഓവറോൾ. ഇത് ശരിക്കും ഇങ്ങനെ നിവർത്തട്ടെ, ഇതാ ഇത് ടോപ്പ് പോർഷൻ ഇത് വരില്ല. അപ്പൊ ദുപ്പട്ട വരുമ്പോ ദുപ്പട്ട എന്റെ കയ്യിലിരിക്കുന്നുണ്ട്, ഞാൻ ഇതാണ് ദുപ്പട്ട. ഓക്കെ, ബോട്ടം ഇതിന്റെ ഉള്ളിൽ, ബോട്ടം ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്. അത് പ്ലെയിൻ ബോട്ടം ആയിരിക്കും ഇത് മിക്കവാറും. ഇതാണ് അതിന്റെ ഷോള്, ദുപ്പട്ട വരുന്നത് അല്ലേ? ദുപ്പട്ട വരുന്നത്. ഇപ്പം ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ. ഇതിപ്പോ ഒരു പാർട്ടി, ഒരു ചെറിയ സ്മോൾ പാർട്ടി, നോട്ട് ലൈഫ് ഇത് മെയിൻ ക്യാരക്ടേഴ്സ് അല്ല, അല്ലാത്തവർക്കൊക്കെ ഉള്ളവർക്ക്, ഫാമിലിയിലെ ബാക്കിയുള്ളവർക്കുള്ള ഉണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ട് പറ്റുന്ന ഐറ്റംസ്. അപ്പൊ ഇത് ഓൺ ഡിസൈനർ പീസായി കുറെ വെറൈറ്റീസ് ഉണ്ട്. ഒക്കെ പൂട്ടി സമയം പോയതേ അറിഞ്ഞില്ല. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളത്തോളം ആയിട്ടുണ്ടാവും. ഇനി ഇവിടുന്ന് ഒരു ബൈ പറയാൻ നല്ലത്. പോട്ടെ, ഇനി പിന്നെ വരുമ്പോ കാണാം. അപ്പൊ നമ്മുടെ കൂടെ കുറെ ടീമുകൾ ഉണ്ടായിരുന്നു, സ്പെഷ്യലി കവിത ഒരു ബൈ പറയാൻ വരാം. പിന്നെ നമ്മുടെ ചേച്ചി ഇവിടെ കാര്യമായിട്ട് മടക്കിക്കൊണ്ടിരിക്കുന്ന ഫുൾ ടീം എല്ലാമായിട്ടും തയ്ക്കുന്ന ഒന്നൊരു ബൈ പറയാ വരൂ. പിന്നെ ഈ ചേച്ചി അതും തയ്ക്കുന്നതാണ് ശോശമ്മ ചേച്ചി. ശോശമ്മ ചേച്ചി ഇങ്ങടെ ഇടയ്ക്കൂടെ കയറി ഇവിടെ രണ്ടുപേരും ഇവിടെ എടുക്കേണ്ടി വരും. ഇവര് ഫുള്ള് തയ്യൽ ടീമാണ്, യൂണിറ്റ് ടീമാണ്. അപ്പൊ തയ്ക്കുന്ന ചേച്ചി ഇനിയുണ്ട് എന്റെ തയ്യൽ ടീം ആൾക്കാര്, പക്ഷെ അവരാരും ഇവിടെ അല്ല, അവരെന്റെ മെറ്റേ ഷോപ്പിലാണ്. അവിടെയും 2 പേരുണ്ട്. അവിടെയും ഉണ്ട്. പിന്നെ മുകളില് യൂണിറ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ സ്പ്രെഡ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ മെയിൻ ക്യാരക്ടറായിട്ട് ഇവിടെ നിൽക്കുന്നത് ഇവരാണ് ഇപ്പൊ. അപ്പൊ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം പറയാലോ. പിന്നെ ഉറപ്പായിട്ടും. ആരുടെ വക? മൈലാഞ്ചിയുടെ വക. അപ്പൊ ഇത്രയും നേരം നമുക്ക് വേണ്ടി ഫുൾ ടീം നമുക്ക് ഇത്രയും നല്ല വെറൈറ്റി കളക്ഷൻസ് കാണിച്ചു. അതും റീറ്റെയിൽ ആയിട്ട് കിട്ടും. ലൊക്കേഷൻ ഒന്നുകൂടി പറയാം, നമുക്ക് എറണാകുളത്ത് കല്ലൂര് പില്ലർ നമ്പർ 600. അത് മറക്കണ്ട, 600 അവിടെ തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ. കല്ലൂർ മെട്രോ സ്റ്റേഷന്റെ തൊട്ട് കീഴിലാണ്, റോഡ് ക്രോസ് ചെയ്താൽ നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അതെ, അതും ബിൽഡിങ്ങിന്റെ പേര് വരുന്നത് മുത്തൂറ്റ് റോയൽ ടവേഴ്സ്. മുത്തൂറ്റ് റോയൽ ടവറിന് അതിൽ ഫസ്റ്റ് ഫ്ലോറിൽ മൈലാഞ്ചി ഡിസൈനർ ബുട്ടിക്. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ താങ്ക്സ് അങ്ങോട്ടും. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും കൂടി ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം പറഞ്ഞ. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. ഓണാശംസകൾ. ഇത് മലയാളം അറിയാണ്ടുള്ള എന്റെ പോലെ തന്നെയാട്ടോ. എന്തായാലും ഹാപ്പി ഓണം.